السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له وأن سيدنا وحبيبنا ومصطفانا ومنجينا محمدا صلى الله عليه وعلى آله وصحابه وأعوانه وأتباعه وأهل بيته وسلم عبده ورسوله الذي كان متواصل الأحزان دائم الفكرة ليست له راحة طويل السكت لا يتكلم في غير حاجة كلامه فصل لا فضول ولا تقصير ليس بالجافي ولا مهين يعظم النعمة وإن دقت لا يضم منها شيئا غير أنه لم يضم ذواقا ولا يمدح ولا يغضبه الدنيا ولا ما كان لها إذا أعرض جل ضحكه التبسم يفتر عن مثل هب الغمام يتلألأ وجهه تلألؤ القمر ليلة البدر. اللهم فابلغه أن السلام اللهم فابلغه أن السلام اللهم فابلغه أن السلام. اذكرنا يا محمد عند ربك صلى الله عليه وسلم. न कलीम की तसव्वुर न ख्याल तूरी सीना मेरी आरज़ू मुहम्मद मेरी जुस्तजू मदीना मैं गजा हूँ मुस्तफा हो मेरी अज़मतों ने पूछो तुझे देख कर जहन्नम को भी आ गया पसीना. मेरी जिंदगी को चाहो मुझे ले चलो मदीना मेरी जिंदगी को चाहो मुझे ले चलो मदीना. मुझे मौत भी जो आए तो हज़ामने मदीना. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക തമ്മീലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക മർത്യരക്തക്കറ പറ്റിയ ദംഷ്ട്രയിൽ മഞ്ഞന്തര സ്മൃതി കോർത്ത ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശധാവള്യത്താൽ നിത്യപ്രവാഹാൽ തകർത്ത പ്രബോധക അങ്ങയച്ചൂഴുമൊരായിരം ഓർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ ബന്ധൂര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ കൈകോർത്തുമേവുന്ന മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും. പരിശുദ്ധമായ ആധ്യാത്മികാനുഭൂതി പ്രദാനം ചെയ്യുന്ന ഈ പരിശുദ്ധമായ ചടങ്ങിൽ വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, പരിശുദ്ധരായ കാരണവന്മാരെ, രക്ഷിതാക്കളെ, ഇതിന്റെ ഭാരവാഹികളെ, സാദാത്യങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, വേദിയിൽ ഇരിക്കുന്ന മത, സാംസ്കാരിക, രാഷ്ട്രീയ, നവോത്ഥാന, വിദ്യാഭ്യാസ, സാമൂഹിക, സാമുദായിക മണ്ഡലങ്ങളിൽ
തങ്ങളുടേതായ വൈയക്തിക മുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉന്നത ശീർഷരായ വ്യക്തിത്വങ്ങളെ, വിനീതനായ എന്നെ ഈ സദസ്സിൽ ശ്രവണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാന്യ സഹോദരീ സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, യുവ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എന്റെ ശബ്ദം ഈ പ്രാദേശിക മണ്ഡലത്തിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതാംബയിലെ എന്റെ സഹോദര മതസ്ഥരായ സഹൃദയരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് വേണം പറയാൻ. അവനാണ് ഏകഛത്രാധിപത്യത്തിന്റെ തമ്പുരാൻ, അവനാണ് ഉടമസ്ഥനായ തമ്പുരാൻ, അവനാണ് ഒരുമിപ്പിക്കുന്നവൻ, അവൻ തന്നെയാണ് വേർപ്പെടുത്തുന്ന തമ്പുരാൻ. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാം വൃഥാ. മഹാകവി പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ കവിതകളാണിത്. ഈ കവിതകൾക്ക് ജന്മം കൊടുക്കേണ്ട യുഗം പോലെ ഇന്നിന്റെ യുഗം. ഇത് മനുഷ്യനെ കണ്ടെത്താൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത് ഊഷരമായ കാലഘട്ടമാണ്. മനുഷ്യത്വം അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിന്റെ മുമ്പിൽ മാനുഷ്യകത്തിന്റെ മഹാചാര്യനെ, മാനവികതയുടെ നവോത്ഥാന നായകനെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. സാലാര കാറവാഹേ മീറേ ഹിജാസ് അപ്നാ ഉസ് നാം സേ ഹേ ബാക്കി നാമോ നിശാ ഹമാരാ. ലോകനായകനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആമിനാന്റെ മുത്തുമോൻ ഹൃദയത്തിന്റെ വസന്തമാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിന്റെ കഥാപാത്രം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാമുസ് പർ കജിസ്നെ ബേക്കസോങ്കി ദസ്തഗീരി കി. ഏതൊരു നായകനാണ് പാവപ്പെട്ടവന്റെ ഉടമസ്ഥനായത്? അല്ലാഹുമ്മ അഹീനി മിസ്കീന. അല്ലാഹുവേ, ഈ മുഹമ്മദിനെ ഒരു പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ തമ്പുരാനെ. വഅമിത്നി മിസ്കീന. എന്നെ ഒരു പാവപ്പെട്ടവനായി മരിപ്പിക്കണേ തമ്പുരാനെ. വസ്തുർനി ഗദൻ ഫീ സുംറത്തിൽ മസാകീൻ. നാളെ പാവപ്പെട്ടവന്മാരുടെ കൊടിക്കൂറക്ക് താഴെ മുഹമ്മദ് ഉണ്ടാവണം തമ്പുരാനെ. എപ്പോഴും അതാണ് ജീവിതത്തിന്റെ പരിതാപജനകമായ ദുസ്ഥിതിക്കിടയിലും ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു പോയി, പരിശുദ്ധ നബിയെ, ആ കാണുന്ന ഉഹദ് പർവ്വതം അങ്ങേക്കാൻ, ആ കാണുന്ന ഉഹദ് പർവ്വതത്തെ സ്വർണമാക്കി തരാം നബിയെ. ജബലൻ യുഹിബ്ബുനി വഉഹിബ്ബുഹു. ആ പർവ്വതം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ആ പർവ്വതത്തെ തിരിച്ചും സ്നേഹിക്കുകയാണ് എന്ന് പരിശുദ്ധ റസൂല് വാഴ്ത്തി പറഞ്ഞ ഉഹദ് പർവ്വതത്തെ ചൂണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു പോയി, നബിയെ, അങ്ങേക്ക് ആ പർവ്വതത്തെ വേണമെങ്കിൽ സ്വർണമാക്കി തരാം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട ജിബ്രീൽ, വേണ്ട ജിബ്രീൽ. മുഹമ്മദിന്റെ പ്രാർത്ഥന അതല്ല ജിബ്രീൽ. അല്ലാഹുമ്മ അഹീനി മിസ്കീന. അല്ലാഹുവേ, നീ എന്നെ ഒരു പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ തമ്പുരാനെ. വഅമിത്നി മിസ്കീന. ഒരു പാവപ്പെട്ടവനായി മരിപ്പിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അങ്ങനെ പാവപ്പെട്ടവന്റെ പാശം പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന പരിശുദ്ധ റസൂലിന്റെ ത്യാഗോജ്വലമായ ജീവിതാർപ്പണത്തിന്റെ രേഖകളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മാനവികതയുടെ മഹാചാര്യൻ. മതം ഇന്ന് സ്പർദ്ധ വളർത്തുകയാണ് എന്ന തെറ്റിദ്ധാരണ ഭാരതത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. എന്നാൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ചതിനെ പറ്റി ബർനാഡ് ഷാ പോലും പറഞ്ഞു പോയി, if they respect you, please respect them. If they disrespect you, still respect them, because you respect yourself, not others. മറ്റുള്ളവർ നിന്നെ ആദരിക്കുകയാണെങ്കിൽ തിരിച്ച് നീ അവരെ ആദരിക്കണം. മറ്റുള്ള ആളുകൾ നിന്നെ അനാദരിക്കാനാണ് മുന്നോട്ട് വരുന്നതെങ്കിലും നീ തിരിച്ച് അവരെ ആദരിക്കണം എന്ന് പഠിപ്പിച്ച ഒരു സിദ്ധാന്തം. ഓപ്പറേറ്റർ ഇങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ല, തിരിയുന്നില്ല. എന്തുകൊണ്ടാണ്? മോണിറ്റർ കുറക്കണ്ട, ബാസ് കുറച്ച് എഫക്റ്റ് കൂട്ടിയാൽ മതി. ഒരു ചെലമ്പല് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. ബഷീർ സാഹിബ് പ്രസംഗിച്ചപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു.
നല്ല ഗാംഭീര്യമുള്ളൊരു പ്രസംഗമായിരുന്നു. പക്ഷെ വേദിയിലേക്ക് അതിങ്ങനെ എന്താ പറയാ, ഓരോ വാക്കുകൾ മുറിഞ്ഞു കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. ഇനി ഓഡിയൻസിന്റെ അഹ്വാൽ അല്ലാഹു അഅലം. കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊരു ഓഡിയനാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗോജ്വലമായ ജീവിതം, ആ ജീവിതത്തിന്റെ ഇടയിൽ എനിക്ക് പറുദീസ വേണ്ട, എനിക്ക് പളപളപ്പ് വേണ്ട, ജീവിതത്തിന്റെ ഊഷ്മളത വേണ്ട, മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കാൻ മരിപ്പറമ്പിനെ മലർവാടിയാക്കി മാറ്റിയ നായകൻ എന്നൊക്കെ പറയാറുണ്ട്. വായ്പിനെന്ന് അത്യുന്നതത്തിൽ നിന്ന് വാ തുറന്നോതിയ വിജ്ഞാനദായക, അന്നം കൊടുപ്പിൻ പശിക്കേതിരാദ്യത്തെ അംഗം കുറിച്ചൊരവശ സംരക്ഷക, ക്ഷമിപ്പിൻ ക്ഷമാശീലനാണത്രയും ശക്തനെന്നോദിയ വേദപാരംഗത. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എവിടെയാണ് കഷ്ടപ്പെട്ടവനുള്ളത്? അവന്റെ അടുക്കൽ പോയി അവന് രക്ഷ കൊടുത്ത നായകനാണ്. സലാമുസ്പർ കജിസ്നെ പാവപ്പെട്ടവന്റെ കൈ പിടിച്ചിട്ട് ഞാനുണ്ടടാ നിന്റെ കൂടെ എന്ന് പറയാൻ, അഭയം നഷ്ടപ്പെട്ടവന്റെ മുമ്പിൽ പോയിട്ട് അഭയം കൊടുക്കാൻ, ആലംബഹീനന്റെ അത്താണിയാവാൻ മരുപ്പറമ്പിലെ ഒരു നായകൻ കടന്നു വരികയാണ്. അവിടെയാണ് സ്ത്രീത്വം അപമതിക്കപ്പെട്ട ഒരു യുഗം കടന്നു വന്നത്. പെണ്ണായാൽ എല്ലാം മതി എന്ന് വിശ്വസിക്കപ്പെടുന്ന ലോകത്തിന്റെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. പെണ്ണായാൽ മതി, പെണ്ണിന്റെ ശരീരം ഉപഭോഗ സംസ്കാരത്തിന്റെ ഇരയാൻ, ഉപഭോഗ വസ്തുവാൻ. ഇവിടെ രാഹുൽ പശുപാലനെ പറ്റിയും രാഹുൽ പശുപാലന്റെ പാർട്ട്ണർ രശ്മി ആർ നായരെ പറ്റിയൊക്കെ ചർച്ച നടത്തപ്പെടുകയുണ്ടായി. ഇത് ഓൺലൈൻ മാംസ കച്ചവടത്തിന്റെ യുഗമാണ്. ഫേസ്ബുക്കിലെ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന സംഘടനക്ക് കഴിഞ്ഞ നവംബർ 2 അവർ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നടത്തിയ കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന സമര ആഭാസത്തിന് 1,00,000 ലൈക്കാണ് കിട്ടിയത് ഫേസ്ബുക്ക് പേജിൽ. ഫ്രീ തിങ്കേഴ്സ്, സ്വസ്ഥമായി ചിന്തിക്കൂ. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഒരു സംഘടന കടന്നു വന്നപ്പോ ആ സംഘടനയിലേക്ക് ഇഷ്ടം പോലെ ആളെ കിട്ടി. അതിനെ വിമർശിച്ചവൻ സദാചാര പോലീസായി മാറി, യാഥാസ്ഥികനായി മാറി, ലോകത്ത് തിരിയാത്തവനായി മാറി. ആ വിമർശനങ്ങൾക്കിടയിൽ ഇന്നിപ്പോ ആ ഫേസ്ബുക്ക് പൂട്ടേണ്ടി വന്നു. ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു ലൈക്കും ഇല്ല, ഒരു ഫോളോവേഴ്സും ഇല്ല. രശ്മി ആർ നായരും രാഹുൽ പശുപാലനും കൂട്ടിലായതോടുകൂടെ മാംസക്കച്ചവടത്തിന്റെ മറതിക്ക് പുറത്തു വന്നു. ലോകം അതിനെ തിരിച്ചറിയുകയും ചെയ്തു. ആഭാസമയമാണ് നമ്മുടെ ലോകം. ആ ആഭാസമയമായ ലോകത്തിന്റെ നടുത്തളത്തിൽ റോമാ സാമ്രാജ്യത്തിന്റെ മണലാരണ്യത്തിലൂടെ പട്ടാപകൽ വെളിച്ചത്തിൽ റാന്തൽ കത്തിച്ചുപോയ ദിഗ്വിജയനായ ചിന്തകനായ ഡയോജനിസിനോട് ആളുകൾ ചോദിക്കുകയാണ്, അല്ല ഡയോജനിസ്, നിങ്ങൾ എന്തിനാണ് സൂര്യൻ കത്തിജ്വലിക്കുന്ന ഈ പട്ടാപകൽ സമയത്ത് റാന്തൽ കത്തിക്കുന്നത്? ബഹുമാന്യനായ ഡയോജനിസ് അതിന് മറുപടി പറഞ്ഞു പോയി, ഞാൻ മനുഷ്യനെ തിരയുകയാണ്. പട്ടാപകൽ സമയത്ത് സൂര്യൻ കത്തിച്ചൊലിക്കുന്ന നേരത്താണ് മണലാരണ്യത്തിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നത്. നിങ്ങൾ എന്തിനാണ് റാന്തല് കത്തിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനുഷ്യനെ തിരയുകയാണ് എന്ന് മറുപടി പറയാൻ ഡയോജനിസ് മുന്നോട്ട് വരികയാണ്. ഈ ഡയോജനിസ് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞത്, ഞാൻ മനുഷ്യനെ തിരയുകയാണ്. അപ്പൊ മനുഷ്യനെ തിരയാൻ എന്തിനാണ് പകൽ സമയത്ത് റാന്തൽ കത്തിച്ചത്? ഈ കാണുന്നതൊന്നും മനുഷ്യനല്ല. മനുഷ്യന്റെ അന്തർഗതങ്ങളെ ചികഞ്ഞന്വേഷിക്കാൻ എനിക്കൊരു റാന്തലിന്റെ തിരിവട്ടം വേണ്ടി വന്നു എന്ന് ചിന്തകനായ ഡയോജനിസ് പറഞ്ഞു. ഈ ബേസ് ഒഴിവാക്കിയാൽ മതി. ഹലോ, ബേസ് ഒഴിവാക്കിയാൽ മതി, ഔട്ട് കൊടുത്താൽ മതി. എന്താ പ്രശ്നം? എക്കോ അടിക്കുന്നത്. ഇത് തിരിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇതിന്റെ എഫക്ട് കുറച്ചിട്ട് ഔട്ട് കൊടുത്താൽ മതി. മറ്റേ മോണിറ്റർ എടുത്താൽ മതിയായിരുന്നു, ഫ്രണ്ടിലേ ആ മോണിറ്റർ എടുത്താൽ മതിയായിരുന്നു.
ഓക്കെ. ഇന്ന് നമ്മുടെ രാജ്യത്ത് അസഹിഷ്ണുത എന്ന് പറയുന്ന ഒരു പദപ്രയോഗം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ആമിർ ഖാൻ പ്രതിയായി, ഷാറൂഖ് ഖാൻ പ്രതിയായി, അങ്ങനെ സ്പോർട്സ് മേഖലയിലും സിനിമാ മേഖലയിലും അടക്കമുള്ള ആളുകൾ. ഞാൻ അങ്ങനെ പറയാൻ കാരണം ആമിർ ഖാനും ഷാറൂഖ് ഖാനും ഒരു ഖാൻ എന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു സിമ്പൽ അവരുടെ പേരിന്റെ കൂടെ ഉണ്ട് എന്നല്ലാതെ അവരുടെ വ്യക്തി ജീവിതം ഇസ്ലാമുമായിട്ട് പുലബന്ധം പോലും ഇല്ല. ഇസ്ലാമിന്റെ 4 അയലത്ത് പോലും അവരുടെ സംസ്കാരം എത്തിയിട്ടില്ല. പക്ഷേ ഈ മതത്തെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടാണ് ഷാറൂഖ് ഖാനും ആമിർ ഖാനും രാജ്യത്ത് അസഹിഷ്ണുതയുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം സ്വാമി ജി പറയുകയുണ്ടായി, അവർ പാകിസ്ഥാന്റെ ഏജന്റാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇവിടെയൊക്കെ ചികഞ്ഞന്വേഷിക്കേണ്ടത് മാനവികത നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യത്തെയാണ്. മനുഷ്യന് മതനിരപേക്ഷ രാജ്യം, മൾട്ടി കൾച്ചറലിസം. നമ്മുടെ രാജ്യത്ത് ബഹുസ്വര സംസ്കാരമാണ്. വിവിധ സംസ്കാരങ്ങള്, വിവിധ സങ്കര ജാതികള് എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. കുമാരനാശാൻ പറഞ്ഞ പോലെ ഒരച്ഛനമ്മക്കു പിറന്ന മക്കൾ ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്തു വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരേ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ, ഞാൻ നിങ്ങളെ പടച്ചിരിക്കുന്നത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫൂ, നിങ്ങളെ ഞാൻ പിന്നെ പരസ്പര തറവാട്ടുകാരാക്കി മാറ്റുകയാണ്, വ്യത്യസ്ത കുടുംബങ്ങളാക്കി മാറ്റുകയാണ്. ലിതആറഫൂ, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ തിരിച്ചറിവിന്റെ പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്ത് ഇന്നുള്ളതും ഒരു തിരിച്ചറിവിന്റെ പ്രശ്നമാണ്. വേണ്ടട്ടോ, വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഒന്ന് സ്റ്റാർട്ടിങ് അല്ലേ ഉണ്ടാവും. എന്താ നാളെ ഇനി എന്റെ സമാദരണീയനായ സ്നേഹിതൻ സിൻസാറിലൊക്കെ ഉദവി വരികയാണ്. പിന്നെ അദ്ദേഹത്തിനൊരു വേറൊരു വാദം പറയേണ്ട ആവശ്യം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റാർട്ടിങ് പ്രോബ്ലം ആയിട്ട് പരിഹരിച്ചു പോയിക്കോട്ടെ. ഒന്ന് റെയിൽമേ കയറാൻ ഉറപ്പായിട്ട് എന്തായാലും ഒരു പ്രോബ്ലം ഉണ്ടാകും. ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്, അടഞ്ഞു കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ട് സൗണ്ട് പോകുന്നില്ല. പക്ഷെ മോണിറ്ററിന്റെ സൗണ്ട് ആണെങ്കിലോ ഭയങ്കര ഓവറായിട്ട് വരികയാണ്. വേദിയിലേക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോ അതിന് മലയാള ഭാഷയിൽ പറയാറുണ്ട്, രസച്ചരട് പൊട്ടിയെന്ന്. നമ്മളെ ഫ്ലോ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിലേക്ക് തിരിച്ചു തരാൻ കഴിയില്ല. ബഷീർ സാഹിബിന് അറിയായിരിക്കും. ആ ഒരു ആ ഒഴുക്കിൽ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ തെറ്റാണ്. അപ്പൊ ആ കോൺസെൻട്രേഷൻ തെറ്റുമ്പോൾ അതിന്റെ ഇഫക്റ്റ് പ്രസംഗത്തിൽ ഇടക്കിടക്ക് ഫീൽ ചെയ്യും. എന്റെ ഓഡിയൻസിനോട് ഞാനത് ആമുഖമായിട്ട് പറയാണ്. ഒരു വിഷയം അവതരിപ്പിക്കാൻ നമുക്കൊരു ഏകാഗ്രത കിട്ടൂല എന്നർത്ഥം. എല്ലായിടത്തും ആവശ്യം മെഡിറ്റേഷനാണ്, എല്ലാ സ്ഥലത്തും ആവശ്യം മെഡിറ്റേഷനാണ്. ആ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നർത്ഥം, വേറൊന്നുമില്ല. അപ്പോ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ഇത് വിശാലമായൊരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയല്ലോ, മനുഷ്യപ്പറ്റ് വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. അത് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു വിശാല ഹൃദയം. ബി ടച്ച്ഡ് മൂൺ. നമ്മൾ ഇന്ന് എവിടെയാണ്? ചന്ദ്രനിൽ കാലുകുത്തിയിരിക്കുകയാണ്. ബട്ട് അവർ നെയ്ബർഹുഡ് ഈസ് അൺനോൺ. ഇപ്പോഴും നമ്മൾ അയൽപ്പക്കത്ത് കാലുകുത്തിയിട്ടില്ല. മനുഷ്യത്വം മരവിച്ചതിന്റെ ഏറ്റവും വലിയ സിമ്പലാണിത്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തി, അത് നാസ പറഞ്ഞേച്ചതാണെന്ന് പറയാ. എന്നാൽ നമ്മുടെ സ്വന്തം ഭാരതമാണ് മംഗൾയാൻ. മംഗളി എന്ന് പറഞ്ഞാൽ ചൊവ്വ, യാൻ എന്ന് പറഞ്ഞാൽ വാഹനം, യാനപാത്രം, യാൻ പേടകം. ചൊവ്വയിലേക്ക് പേടകം അയച്ചു, അവിടെ വെള്ളത്തിന്റെ അംശമുണ്ട് എന്ന് കണ്ടെത്തി. ചന്ദ്രയാൻ 1. ഇതൊക്കെ ഭാരതത്തിന്റെ മുദ്രയാണ്. ബി ടച്ച്ഡ് മൂൺ. അതുകൊണ്ട് നമ്മൾ ചന്ദ്രനിൽ കാലുകുത്തിയിരിക്കുകയാണ്. ബട്ട് അവർ നെയ്ബർഹുഡ് ഈസ് അൺനോൺ. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മുടെ അയൽപ്പക്കത്ത് നമുക്ക് കാലുകുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം ളുഹർ നമസ്കാരത്തിന്റെ ശേഷം മദീന മുനവ്വറയിലെ പരിശുദ്ധ നായകന്റെ പ്രഭാഷണത്തിന്റെ വിഷയം അയൽവാസിയാണ്.
മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ. ജിബ്രീൽ ഇടക്കിടക്ക് വന്നിട്ട് പരിശുദ്ധ നബിയെ അങ്ങയുടെ സമുദായത്തോട് അയൽവാസിയെ സൂക്ഷിക്കാൻ അങ്ങ് പറയണം യാ റസൂലല്ലാഹ് എന്ന് ഇടക്കിടക്ക് വന്ന് പറയുമായിരുന്നു. ഹത്താ വനന്തു, ഏതുവരെ ജിബ്രീൽ അയൽവാസിയെ പറ്റി എന്നോട് പ്രസംഗിച്ചു. ഹത്താ ഖശീതു, ഞാൻ ഭയപ്പെട്ടു പോയി. അന്നഹു സയുവറിസു, അയൽവാസിയും ഇനി അനന്തരാവകാശികളുടെ കൂട്ടത്തിലെ ഒരു മെമ്പറാവാൻ പോവുകയാണ്. അയൽവാസിക്കും സ്വത്തിന്റെ അവകാശം കടന്നു വരാനിരിക്കുകയാണ്. ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ സ്വത്തിന്റെ അവകാശം ഭാര്യയ്ക്ക് ഇത്ര, മാതാവിന് ഇത്ര, ആൺകുട്ടിക്ക് ഇത്ര, പെൺകുട്ടിക്ക് ഇത്ര, അയൽവാസിക്ക് ഇത്ര എന്ന് പറയുന്ന തരത്തിലേക്ക് അയൽപ്പക്കക്കാരോടുള്ള ബന്ധത്തെപ്പറ്റി അള്ളാഹുവിന്റെ റസൂൽ എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് സംസാരിച്ചു എന്ന് മദീനയിലെ പള്ളിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണം പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അങ്ങനെയാ. വല്ലാഹി ലാ യുഅ്മിൻ, മറ്റൊരു ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാണ് സത്യം, അവൻ സത്യവിശ്വാസിയല്ല. സുമ്മ വല്ലാഹി ലാ യുഅ്മിൻ, പിന്നെയും പറഞ്ഞു അവൻ വിശ്വാസിയല്ല. സുമ്മ വല്ലാഹി ലാ യുഅ്മിൻ, ഞാൻ ആരെപ്പറ്റിയാണോ പറയാൻ പോകുന്നത് അവനൊരു മുഅ്മിനല്ല. ഖീല, 3 വട്ടം അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മേജർ ആൻഡ് സീരിയസ് കേസ്. അപ്പൊ സഹാബ ചോദിച്ചു മൻ യാ റസൂലല്ലാഹ്, ആരെപ്പറ്റിയാണ് നബിയെ അങ്ങ് മുഅ്മിനാകൂല എന്ന് 3 വട്ടം ആവർത്തിച്ച് പ്രഖ്യാപനം നടത്തിയത്? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് മൻ, ഒരുത്തനാണ് സഹാബികളെ ലാ യഅ്മനു ജാറുഹു ബവായിഖ, അവന്റെ അത്യാഹിതങ്ങൾ, അവന്റെ ആപൽകരമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് അവന്റെ അയൽവാസി അഭയം പ്രാപിച്ചിട്ടില്ല. അവന്റെ അക്രമങ്ങളിൽ നിന്ന് അവന്റെ അയൽവാസിക്ക് ഇതുവരെ മോചനം ലഭിച്ചിട്ടില്ല. അവനെ പറ്റിയാണ് ഞാൻ മുഅ്മിനല്ല എന്ന് 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞു പോയത് യാ സഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ പുതിയ ലോകത്തുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അതിലും വലിയ പുരോഗതിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഒരൊറ്റ മതിലിന്റെ അപ്പുറത്തുള്ള മനുഷ്യനാണ് അയൽവാസി. അവനെ കാണാനുള്ള മാനവികതയുടെ കവാടങ്ങളെ തുറക്കാൻ ഇതുവരെ മനുഷ്യന് സാധ്യമായിട്ടില്ല. ഈ അടുത്ത് മലപ്പുറത്തൊരു സുഹൃത്ത് പറഞ്ഞു, എന്റെ ഒരു ചുമരിന്റെ അപ്പുറത്തുള്ള അയൽവാസി 2 കിഡ്നിയും വീക്കായിട്ട് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഡയാലിസിസിന് വിധേയനാകുന്ന അവസ്ഥ ഞാൻ അറിയുന്നത് എന്റെ ഗൾഫിലുള്ള വാട്സപ്പ് ഫ്രണ്ട്സിൽപ്പെട്ട ഗ്രൂപ്പിന്റെ ഫ്രണ്ട്സിൽപ്പെട്ട ഒരുത്തൻ മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോഴാണ്. ആലോചിക്കണം, അവിടുന്ന് മെസ്സേജ് വരികയാണ്. അപ്പോഴാണൊന്ന് ഒരു ഗേറ്റ് കടന്നിട്ട് പോയി നോക്കിയത് എന്റെ തൊട്ടപ്പുറത്ത് അയൽവാസി ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഡയാലിസിസിന് വിധേയനാക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ബന്ധങ്ങള് ചിലപ്പോ അതിന്റെ സീമകൾ അതിലംഘിച്ചേക്കാം. പക്ഷെ മൂക്കിന്റെ ചുവട്ടിലുള്ള യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താനുള്ള മാനുഷികത്തിന്റെ മഹാവിപ്ലവത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധ്യമായിട്ടില്ല. നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? മോർ ഡിഗ്രീസ് ലെസ് കോമൺ സെൻസ്. പഴയ കാലത്തെ ഏറ്റവും വലിയ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 4ാം ക്ലാസ്സാ. ആ 4ാം ക്ലാസ് മതിയായിരുന്നു. ഞാൻ ഇപ്പോഴും ആലോചിച്ച് നോക്കുകയാണ്, ഞങ്ങൾ ഡിഗ്രിക്ക് മലയാള സാഹിത്യം പഠിക്കുമ്പോഴാണ് ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന കുമാരനാശാന്റെ കവിത പഠിച്ചത്. പരീക്ഷന്റെ സമയത്ത് അത് വീട്ടിൽ നിന്ന് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് അത് കേട്ടിട്ട് ഉപ്പ പിന്നാമ്പുറത്തുനിന്ന് വന്നിട്ട് ദാഹിക്കുന്നു ഭഗ്നി കൃപാരസമോഹനം കുളിർ തണ്ണീരു താശുനി സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേഘമാം എന്നുള്ള കുമാരനാശാന്റെ പ്രസിദ്ധമായ കവിതാവരികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെല്ലുമ്പോ പിന്നാമ്പുറത്തെ താഴ്വാരത്ത് നിന്ന് പിതാവ് വന്നിട്ട് ചോദിച്ചു, മോനെ ഇത് നിന്റെ ഏത് പുസ്തകത്തിലുള്ള കവിതയാണ്? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിക്കാനുള്ളതാണ്. പാവന്റെ പിതാവ് വന്നിട്ട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. 4ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ശിവാനന്ദൻ മാഷ് ചൊല്ലിത്തന്ന കവിതയാണത്. 4ാം ക്ലാസ്സിൽ പിതാവ് പഠിച്ചു പോയ പുസ്തകത്തിന്റെ സിലബസ് മകൻ പഠിക്കുമ്പോൾ അത് ഡിഗ്രിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ നിലവാരത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അതാണ് മോർ ഡിഗ്രീസ്. ഇന്ന് വെജിറ്റബിൾ കടയിലും ഫ്രൂട്ട്സ് കടയിലും സപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന പയ്യന്മാരോട് ചോദിച്ചാൽ അടിസ്ഥാന വിദ്യാഭ്യാസം ചോദിച്ചാൽ BBA, BA, BCom, MBA, PG എല്ലാ ഡിഗ്രീസും ഉണ്ട്.
അപ്പൊ ഡിഗ്രിയുടെ കുറവല്ല, മോർ ഡിഗ്രീസ്. നമുക്ക് ഇഷ്ടം പോലെ ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്. ബട്ട് ലെസ് കോമൺ സെൻസ്. സംസ്കാരം തീരെയില്ലാതായി പോയി. ഈ ഡിഗ്രിയും ഈ ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയ മനുഷ്യനാണ് അർദ്ധരാത്രി എല്ലാവരും പോയി കിടക്കാൻ നേരത്ത് ഗുഡ്സ് ഓട്ടോയിൽ പോയിട്ട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് നടു റോട്ടിൽ കോയിപ്പാട്സ് കൊട്ടുന്നത്. ഒരു സ്കൂളിന്റെ വരാന്ത പോലും കേറാത്ത പൂച്ച മലമൂത്ര വിസർജനം ചെയ്യുന്നത് മനുഷ്യന് പാഠമാണ്. ജനവാസമില്ലാത്ത സ്ഥലത്തേക്ക് പോയി തന്റെ 2 കൈകൊണ്ട് കുഴി വെട്ടി ആ കുഴിയിൽ കൃത്യം നിർവഹിച്ചിട്ട് പൂച്ച തിരിച്ചു പോരുന്നില്ല. പൂച്ചയുടെ സംസ്കാരം അത് അനുവദിക്കൂല. പിന്നെന്ത് ചെയ്യാണ്? കൃത്യം നിർവഹണത്തിന്റെ ശേഷം തന്റെ 2 കൈകളെ കൊണ്ട് കുഴി മൂടുന്നു എന്ന് മാത്രമല്ല, നാസാരന്ധ്രം കൊണ്ട് മൂക്ക് കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ ഇതിന്റെ ബാഡ് സ്മെല്ല് മനുഷ്യന് അലോസരം സൃഷ്ടിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും കുഴി മൂടുകയാണ്. ഒരു LKGയുടെ വരാന്ത കയറാത്ത പൂച്ചക്ക് ആരാണ് ഇത്രയും വലിയ മഹത്തായ സംസ്കാരത്തെ പഠിപ്പിച്ചിരിക്കുന്നത്? എന്നാൽ എല്ലാം നേടിയ മനുഷ്യനോടാണ് പരിശുദ്ധ റസൂൽ പറഞ്ഞു പോയത്, ലോകത്തെ ഏറ്റവും വലിയ സംസ്കാരത്തെ പഠിപ്പിക്കാനാണ് ഈ മുഹമ്മദ് കടന്നു വന്നത് എന്ന്. മക്കാരിമുൽ അഖ്ലാഖ്, അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ തന്നെ സംസ്കാരം എന്നതിന്റെ അർത്ഥം. അപ്പൊ മക്കാരിമുൽ അഖ്ലാഖ്, മേത്തരം സംസ്കാരങ്ങളെ അല്ലേ? ഒരാളെ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംസ്കാരം വേണം? ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകേണ്ട സംസ്കാരങ്ങള്, സലാം പറയുമ്പോ, മൂത്തവരെ കാണുമ്പോ, ചെറിയവരെ കാണുമ്പോ, ഡ്രസ്സ് ധരിക്കുമ്പോ, ചെരിപ്പ് ധരിക്കുമ്പോ, എല്ലാ സ്ഥലങ്ങളിലും സംസ്കാരം പഠിപ്പിച്ചു. ഞാനൊരു മുസ്ലിമാണെങ്കിൽ ഒരു പച്ചവെള്ളം കുടിക്കുന്നിടത്ത് 6 സംസ്കാരത്തെ അന്യമതസ്ഥരെ പോലും ഞാൻ പഠിപ്പിക്കണം. അതാണ് എന്റെ ദർശനം. ഇതൊരു സത്യവിശ്വാസിയെ മതം പഠിപ്പിക്കാൻ. നീ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം. 1, ഗ്ലാസ് നിന്റെ ഇടത് കൈയിലാണെങ്കിൽ വലത് കൈയിലേക്ക് മാറ്റി പിടിക്കണം. 2, വെള്ളം ജലപാനം നടത്തുന്നതിന്റെ മുൻപ് ബിസ്മി ചൊല്ലണം. 3, നിങ്ങൾ ഒട്ടകം പേന്തി കുടിക്കും പോലെ വെള്ളം കുടിക്കരുത്. 3 മുറുക്കായിട്ടെങ്കിലും വെള്ളം കുടിക്കണം. 4, ലാ തതനഫസു ഫിൽ ഇനാ, നിങ്ങൾ പാത്രത്തിലേക്ക് ശ്വാസോച്ഛ്വാസം നടത്തിപ്പോകരുത്. 5, നമ്മൾ കുടിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ തന്നെ ശ്വാസത്തെ ബഹിഷ്കരിക്കരുത്. നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്ന് നാസാരന്ധ്രത്തിലൂടെ പ്രവഹിക്കുന്ന ബാക്ടീരിയ വീണ്ടും വെള്ളത്തിൽ പോയിട്ട് ആ അണുക്കൾ നമ്മുടെ വയറ്റിലേക്ക് ചെല്ലാനുള്ള സാധ്യത കൂടുതലാണ്. 6ാമതായി ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു, ആ ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെച്ചതിന്റെ ശേഷം അൽഹംദുലില്ലാ എന്ന് ചുരുങ്ങിയത്. അതിന്റെ പൂർണ്ണരൂപം അൽഹംദുലില്ലാഹില്ലദീ സഖാനി അസ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വമാ സഖാനി മിൽഹൻ നുജാജം ബിദുനൂബി. അല്ലാഹുവേ തമ്പുരാനേ, നിന്റെ കരുണാകടാക്ഷം കൊണ്ടാണ് ഇത്രയും വലിയ ശുദ്ധമായ ജലം എനിക്ക് കുടിക്കാൻ കഴിഞ്ഞത് തമ്പുരാനേ. വമാ സഖാനി, എന്റെ റബ്ബ് എന്നെ കുടിപ്പിച്ചില്ലല്ലോ. മിൽഹൻ ഉജാജ, ഉപ്പ് കലർന്ന വെള്ളത്തെ എന്റെ റബ്ബ് എന്നെ കുടിപ്പിച്ചില്ലല്ലോ. ബിദുനൂബി, എന്റെ ദോഷം കാരണം എന്റെ റബ്ബ് എന്നെ കുടിപ്പിക്കേണ്ടത് ഉപ്പുവെള്ളമാണ്. ലോകത്ത് 90% മുകളിലും ഉപ്പുവെള്ളമാണ്, കടൽ വെള്ളമാണ്. എന്നിട്ട് പോലും എന്റെ തെറ്റ് ചെയ്തിട്ട് പോലും, ഞാൻ എന്റെ തെറ്റ് റബ്ബിന് ബോധ്യപ്പെട്ടിട്ട് പോലും അവൻ എന്നെ ശുദ്ധവെള്ളം കുടിപ്പിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. അതും നമ്മുടെ പ്രശ്നമാണ്. അവൻ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, എല്ലാ സ്ഥലങ്ങളിലും സംസ്കാരത്തിന്റെ നിഴലാട്ടം നടത്തപ്പെടേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ സംസ്കാരം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. 3ാമതായി പറയുന്നത് ബിഗ് ഹൗസസ്, സ്മോൾ ഫാമിലീസ്. വലിയ വീടുകളാണ്, വീട്ടിലെ അംഗങ്ങൾ തുച്ഛമാണ്. പണ്ടൊക്കെ വലിയ സൊസൈറ്റിയാണ്. ഒരു വീട് എന്ന് പറഞ്ഞാല് ആ വീട്ടിൽ വാപ്പുണ്ട്, എളാപ്പുണ്ട്, മൂത്താപ്പുണ്ട്, മരുമകനുണ്ട്, അമ്മായിയുണ്ട്, എളാമ്മയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു കുട്ടി സ്കൂളിലേക്ക് ഹയർ സെക്കൻഡറിക്ക് പഠിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ, മോളെ പഠിക്കുന്ന വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചോ, ബസ് സ്റ്റോപ്പിൽ എന്തെങ്കിലും സംഭവിച്ചോ, ക്ലാസ് റൂമിൽ എന്തെങ്കിലും വിഷമുണ്ടായോ, പാഠശാലയിൽ നിന്നെ ആരെങ്കിലും അലോസരപ്പെടുത്തിയോ എന്ന് ചോദിക്കാൻ ഒരു ജ്യേഷ്ഠത്തി, എന്ന് ചോദിക്കാൻ ഒരു ഇക്കാക്ക, അത് അന്വേഷിക്കാൻ ഒരു എളാപ്പ, അത് അന്വേഷണം നടത്താൻ ഒരു മൂത്താപ്പ. അതാണ് ജോയിന്റ് ഫാമിലി. ഒരു സൊസൈറ്റിയുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ന്യൂക്ലിയർ ഫാമിലിയിലാ. ഉമ്മാന്റെ അവസ്ഥ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ മാതിരിയാണ്. എന്റെ വീട്ടിലുണ്ട് ഒരു നക്ഷത്രം, വൈകിയേ അസ്തമിക്കൂ, പക്ഷെ അത് നേരത്തെ ഉദിക്കും. അതാണ് എന്റെ അമ്മ. ആ ചോര നീരാക്കി
അടുക്കളയിൽ പോയി രാസപദാർത്ഥങ്ങളുടെ രസതന്ത്രങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാവിന് എവിടെയാണ് കുഞ്ഞിന്റെ പഠന വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ അന്വേഷണം നടത്താനുള്ള സമയം എവിടെ? നമ്മുടെ ജീവിതത്തിരക്ക് അങ്ങനെയാ. പിന്നെ പിതാവാണ്, അദ്ദേഹം ചോരനീരായി അധ്വാനിക്കാൻ വേണ്ടി രാവിലെ നേരം വെളുത്ത് പുറപ്പെട്ടാൽ എപ്പോഴാ തിരിച്ചു വരിക? അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇന്ന് വല്ലാത്ത കൺഫ്യൂഷനിലാണ്. പിന്നെ ഈ കുട്ടിക്ക് സ്വയം തോന്നുകയാണ്, എന്റെ പ്രശ്നത്തിന് ഇനിയുള്ള പരിഹാരം 2 കഷ്ണം കയറാണ്. ആത്മഹത്യ കൂടി. മലബാർ മേഖലയിൽ കൗമാരക്കാരികളായ പെൺകുട്ടികൾക്ക് സ്യൂസൈഡ് മെന്റാലിറ്റി കൂടി. അതിന്റെ കാരണം ചർച്ച ചെയ്തപ്പെട്ടപ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ചോദിച്ചറിയാൻ വീട്ടിലെ ആളില്ലാതെ പോയി. ബിഗ് ഹൗസസ്, വലിയ വലിയ വീടുകളാണ്. സ്മോൾ ഫാമിലീസ്, ചെറിയ ചെറിയ അംഗങ്ങളാണ്. അവരെ പ്രശ്നപരിഹാരത്തിന് നേരമില്ലാതായി പോയി എന്നർത്ഥം. രണ്ടാമതോ ഹൈലി ഇൻകം. നമ്മുടെ നാട്ടിലുള്ള വേറൊരു പ്രോബ്ലം ഹൈലി ഇൻകം. നമുക്കിന്ന് വരുമാനത്തിന്റെ സ്രോതസ്, അതിന്റെ സോഴ്സ് കൂടി. എല്ലാ മാർഗത്തിലൂടെയും വരുമാനങ്ങളാണ്. പക്ഷേ ലെസ് പീസ് ഓഫ് മൈൻഡ്, മനസ്സിനൊരു സമാധാനമില്ല. പണ്ടത്തെ കാലത്തോ കഞ്ഞി കുടിക്കുന്ന സമയത്ത് പൗരാണിക കാലത്തുള്ള കർഷകന്റെ പൊന്നുമോന് വന്നിട്ട് പറയും, ഒരു കുമ്പിള് കഞ്ഞി കുടിക്കുമ്പോ 4 വറ്റ് കിട്ടിയാൽ വറ്റ് കിട്ടി ഉപ്പച്ചി. അതൊരു സന്തോഷാണ്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെ വൃത്താന്തങ്ങളെ സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ഒരു ജനവിഭാഗം ഇവിടെ കടന്നുപോയി. അവിടെയാണ് നമ്മൾ എല്ലാ അനുഗ്രഹത്തിന്റെ പറുദീസയിലാണ്. ആ പറുദീസകൾക്കിടയിൽ മനുഷ്യന്റെ അസ്തിത്വത്തെ മറന്നു പോവുകയാണ്. രണ്ടാമത് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ബട്ട് നോ റിയൽ ഫ്രണ്ട്ഷിപ്പ്. ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, നമുക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കളാണ്. പണ്ടങ്ങനെയല്ല, ഫ്രണ്ട്ഷിപ്പിൽ 2 or 3 സുഹൃത്തുക്കൾ ഉണ്ടാകുള്ളൂ. പക്ഷെ അവരുടെ സൗഹൃദം ക്ലോസ് ആൻഡ് ബോസം അങ്ങനെയായിരുന്നു. വളരെ നല്ല ഉചിതമായ ഉത്കടമായ സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു സുഹൃത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും സഹൃദയൻ തയ്യാറായിരുന്നു. ഇന്നങ്ങനെയില്ല. ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. നമ്മൾ അഭിമാനം പറയും, എന്നോട് കളിക്കണ്ട, എനിക്ക് ഫേസ്ബുക്കിൽ 10,000 ഫോളോവേഴ്സ്, 8,000 ഫ്രണ്ട്സ് ഉണ്ട്. ഇഷ്ടം പോലെ ഫ്രണ്ട്സ് കിട്ടി അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് നാളിന്റെ ഏറ്റവും രൂക്ഷമായ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു, ഇദാ അസാ അർറജുലു സൗജത. ഒരു പുരുഷൻ തന്റെ ഭാര്യക്ക് വഴിപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഹാൻഡ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഭാര്യ പറയുന്നത് മുഴുവൻ ഭർത്താവ് അംഗീകരിക്കാൻ തുടങ്ങാന്നർത്ഥം. നമ്മളെ ഫാമിലീസിലൊക്കെ കണ്ടില്ലേ, അവർക്ക് പവർ കൂടി, അവർക്ക് ഖുവ്വത്ത് കൂടി. മാത്രല്ല, സ്ത്രീ ശാക്തീകരണത്തിന്റെ വൃത്താന്തങ്ങളാണ് ഇന്ന് എല്ലായിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നത്. പെണ്ണ് ഭരണം നടത്തണം. പെണ്ണിനെ ആണിനെയും ഇല്ലാത്ത സന്ധിയും സമാസവും ചേർത്തിട്ട് സമന്വയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്ന് എല്ലായിടത്തും നടക്കുന്നത്. ഇവിടെ പറഞ്ഞു, ഫാറൂഖ് കോളേജിലെ മലയാളം ലെക്ചർ വന്നിട്ട് ക്ലാസ് എടുക്കുമ്പോ അപ്പുറത്തെ പെണ്ണുങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു കാമുകി ഇങ്ങോട്ട് ചാടുകയാണ്, ആൺകുട്ടികൾ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു കാമുകൻ ഇങ്ങോട്ട് ചാടുകയാണ്. എന്നിട്ട് രണ്ടുപേരും തോളോട് തോളുരമ്മിയിട്ട് സൗഹൃദം പങ്കുവെച്ചപ്പോ മലയാള അധ്യാപക പറഞ്ഞു, ഇത് അമേരിക്കൻ സംസ്കാരത്തിന്റെ കൃഷിയിടമല്ല, ഗെറ്റ് ഔട്ട്, പുറത്തു പോകണമെന്ന് മലയാള അധ്യാപകൻ പറഞ്ഞപ്പോ പിന്നെ കേരളത്തിലെ 2 മുത്തശ്ശി പത്രങ്ങളാണ് ഇത് ഇഷ്യൂ ആക്കാൻ തീരുമാനിച്ചത്. കേരളത്തിൽ എന്ത് കാര്യം ഉണ്ടായാലും അങ്ങനെയാണ്. ഫത്വ കൊടുക്കാൻ ഒരു ഫസൽ ഗഫൂറും ഒരു എം കാരശ്ശേരി, എന്ത് ഇഷ്യൂ ഉണ്ടായാലും ഉണ്ടാകും ന്യൂസ് ഹവറിൽ. അവരാണ് ഇസ്ലാമിന്റെ ഫത്വ കൊടുക്കുന്ന മുഫ്തിമാര്. അവിടെ തന്നെ കഴിച്ചില്ലേ, ഒരു റോട്ടിലൂടെ നടന്നു പോകുന്ന നേരത്ത് മൂത്രശങ്ക ഉണ്ടാകുകയാണെങ്കിൽ ഒന്ന് മുള്ളി മൂത്രമൊഴിച്ചതിന്റെ ശേഷം ഒന്ന് മനോഹരം ചെയ്യാൻ പോലും ഫിഖഹിന്റെ കിതാബിന്റെ മസലയുടെ അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ വന്നിട്ട് മതവും സ്ത്രീയും തമ്മിലുള്ള വിഷയത്തിന് തിരികൊളുത്തുകയാണ്. വലിയ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് സംജാതമാകാൻ പോവുകയാണ്. ഇപ്പൊ ഈ ലിംഗസമത്വമാണ് വലിയ ചർച്ച. ആണിനെയും പെണ്ണിനെയും കൂട്ടിക്കെട്ടാൻ ഒരു ശ്രമം ഇവിടെ നടത്തേണ്ട. അത് ഖുർആൻ, അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷൻ സ്ത്രീയേക്കാൾ ശക്തിയുള്ളവനാണ്. ഖവിയ്യ് എന്ന വാക്കിന്റെ അർത്ഥം, ഖുവ്വത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ പവർ എന്നാണ്. ഈ പവർ എന്നുള്ളത് തന്ദുരുസ്തി, ഹെൽത്ത്, അതിന് മാത്രമല്ല പറയാ. പിന്നെ നമ്മൾ പറയും, എനിക്ക് നീ ആ മീറ്റിംഗിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ നിൽക്കണ്ട, നിനക്ക് അതിനുള്ള പവർ ഇല്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വോയിസ് എന്നർത്ഥം. ആണിനാണ് വോയിസ് ഉള്ളത്. ആ വോയിസ് ആണ് പല ഭാഗങ്ങളിലും പ്രകടിപ്പിക്കാൻ. സ്ത്രീയെയും പുരുഷനെയും ഇല്ലാത്ത സന്ധിയും സമാസവും ചേർത്തിട്ട് സമന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ശരിയല്ല. സ്ത്രീയുടെ കയ്യിനും കാലിനും ഇല്ലാത്ത നീളവും ആഴവുമാണ് പുരുഷന്റെ കയ്യിനും കാലിനും അള്ളാഹു കൊടുത്തത്.
കൈകാലുകൾക്ക് നീട്ടം കൊടുക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ ഓടലും ചാടലും പൊതുപ്രവർത്തനങ്ങളും വിനിയോഗങ്ങളും വിനിമയങ്ങളും ഒക്കെ നടത്തേണ്ടത് ആപേക്ഷികമായി പുരുഷനാണ് എന്ന സന്ദേശത്തെ പഠിപ്പിക്കാനാണ്. ഇനി നിങ്ങൾ സൗണ്ട് നോക്ക്. ഒരു പുരുഷന്റെ ശബ്ദമാണെങ്കിൽ അതിന് വോയിസ് എന്നേ പറയുള്ളൂ. പക്ഷേ സ്ത്രീയുടെ ശബ്ദമാണെങ്കിൽ ഫീമെയിൽ വോയിസ് എന്ന് പ്രത്യേകം പറയും. അത് ചെറിയ പെനട്രേറ്റിംഗ് സൗണ്ടാണ്, ഒരു ചെറിയ ശബ്ദമാണ്. ആ ശബ്ദത്തിലൂടെ പോലും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് വോയിസ് ആണിനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കാര്യനിർവഹണത്തിന്റെ റോൾ എന്ന് പറയുന്നത് പുരുഷന്റെ കയ്യിലാണ് എന്നാണ്. പിന്നെ ഈ സ്ത്രീ പുരുഷ സമത്വം, അവരുടെ വ്യക്തിജീവിതം, അവരുടെ അനാറ്റമി, ശരീരശാസ്ത്രം എടുത്താൽ തന്നെ സ്ത്രീയുടെ ഊരക്കെട്ട് എന്ന് പറയുന്ന ഈ ഭാഗം വിശാലമാണ്, ഒരു അലാസ്റ്റിക് സംവിധാനമുള്ളതാണ്. പുരുഷന്റേത് അങ്ങനെയല്ല. കാരണം ഡെലിവറി എന്നുള്ള പ്രോസസ് പെണ്ണിനാണുള്ളത്. അതുകൊണ്ട് പ്രസവം നടക്കുമ്പോൾ പ്രസവം സുഖകരമാകണം എന്ന രീതിക്ക് വേണ്ടിയാണ് പെണ്ണിന്റെ ശരീരശാസ്ത്രത്തെ പോലും പരിശുദ്ധനായ തമ്പുരാൻ ഇങ്ങനെ സംഘടിപ്പിച്ചത്. പുരുഷൻ അങ്ങനെയല്ല. അങ്ങനെ ഒരുപാട് മേഖലകളിൽ സ്ത്രീ വ്യത്യസ്തയാണ്. പിന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അവളുടെ ഉത്തരവാദിത്തം ഓരോ ഘട്ടങ്ങളിൽ ഓരോ ആളുകൾക്കാണ്. മനുസ്മൃതിയിൽ മനു പറയുന്നുണ്ട്, പിതാരക്ഷിത കൗമാര, ഭർത്തൃരക്ഷിത യൗവന, പുത്രാരക്ഷിത വാർദ്ധക്യ, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. പിതാരക്ഷതി കൗമാര, അവള് കുമാരി വരെ, കൗമാരപ്രായം വരെ അവളെ രക്ഷിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത് പിതാവാണ്. എഡ്യൂക്കേഷൻ പീരീഡിൽ അവൾ എവിടേക്കെങ്കിലൊക്കെ പോയി അവൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതിന്റെ സകലമായ ഉത്തരവാദിത്തങ്ങളും പിതാവിന്റെ തലയിലാണ്. ഭർത്തൃരക്ഷതി യൗവനേ, അവൾ യുവതിയാകുമ്പോ അവരുടെ ഉത്തരവാദിത്തം ഭർത്താവിന്റെ കയ്യിലാണ്. ഭർത്താവിന്റെ കയ്യിലാണ് പെണ്ണിന്റെ ചുമതല. പുത്രാരക്ഷതി വാർദ്ധക്യ, അവൾക്ക് പുത്രന്മാരുണ്ടായി കഴിഞ്ഞാൽ ആ പുത്രന്മാർക്കാണ് മാതാവിനെ നോക്കാനുള്ള ഉത്തരവാദിത്തം. അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, പെണ്ണ് സ്വാതന്ത്ര്യത്തിന്റെ പര്യായമാണ്. പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുത്ത പരിശുദ്ധ മതം മനുഷ്യത്വത്തിന്റെ സ്നേഹ സംവിധാനങ്ങളിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യരെ, നിങ്ങളുടെ ഈമാന് കാമിലാകണമെങ്കിൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വശരീരത്തിന് വേണ്ടി നമ്മൾ ഇച്ഛിക്കുന്ന കാര്യത്തെ സ്വന്തം സഹോദരന് വേണ്ടി ആഗ്രഹിക്കുന്നത് വരെ നമ്മൾ മുഅ്മിനാകൂല. നമുക്ക് ഒരു കാര്യം വന്നണയണം എന്ന് അതിന്റെ ഏത് ക്വാളിറ്റിയോടുകൂടെ നമ്മൾ ആഗ്രഹിച്ചോ, അതേ അളവിൽ നമ്മുടെ സുഹൃത്തിന് കൂടി അത് കിട്ടണം എന്ന് ചിന്തിക്കുന്നത് വരെ നിങ്ങൾ പരിശുദ്ധനായ പരിപൂർണയായ വിശ്വാസിയാകൂല എന്ന് ലോകത്തിന്റെ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പരിശുദ്ധ റസൂലിന്റെ അനുയായികൾ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. നേതൃനിരയിലേക്ക് കടന്നു വരുമ്പോൾ പോലും നിങ്ങൾ സമുദായത്തിന്റെ ഉത്തരവാദിത്തത്തിലാണ്. അസ്സയ്യിദു ഖാദിമുൽ ഉമ്മ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, മരുഭൂമിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ഖലീഫ രാത്രിഞ്ചരൻ എന്നാണ് ചരിത്രം ആ ഖലീഫക്ക് പേര് കൊടുത്തത്. രാത്രിയിൽ സഞ്ചരിക്കുന്ന ഖലീഫയാൻ. മണലാരണ്യത്തിൽ മധ്യാഹ്ന നേരത്ത്, നട്ടുച്ച നേരത്ത് ബദാം മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. ആരാണ് ആ കിടക്കുന്നത് എന്ന് ആളുകൾ വന്ന് അന്വേഷണം നടത്തുമ്പോ അത് അറേബ്യയുടെ ഖലീഫയാണ്, ഉമറുൽ ഫാറൂഖ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. എന്തേ ഉമർ തങ്ങളെ നിങ്ങൾ നട്ടുച്ച നേരത്ത് ഈ ബദാം മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അനുയായികളോട് ഉമർ ഖലീഫ പറയുന്ന മറുപടിയുണ്ട്, ഇന്നലെ രാത്രിയിൽ ഞാൻ സഞ്ചാരത്തിലാണ്. അരണ്ട നിലാവിന്റെ വെളിച്ചത്തിൽ എന്റെ ഗ്രാമീണരായിരിക്കുന്ന പാവപ്പെട്ട ഭരണീയരുടെ കഥയറിയാൻ, അവരുടെ ക്ഷേമാഐശ്വര്യങ്ങളെ അറിയാൻ ഞാൻ ഈ മണലാരണ്യത്തിലൂടെ ചൂട്ട് കത്തിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് അവരുടെ കഷ്ടപ്പാടുകളെ കണ്ടെത്താൻ എനിക്ക് സാധ്യമായത് എന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു
ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനുഷ്യത്വത്തിന്റെ ചരിത്രം പഠിച്ചിട്ടാണ്. ദക്ഷിണാഫ്രിക്കയിൽ പോയി LLB ബിരുദമെടുത്തതിന്റെ ശേഷം ഗുജറാത്തിലെ കത്തിയാവാറിലെ പോർബന്തറിൽ ജനിച്ചുപോയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ആ ഗാന്ധിജി പറഞ്ഞുപോയി, ഇന്ത്യ മഹാരാജ്യത്ത് സമാധാനം കടന്നു വരണമെങ്കിൽ ഞാൻ അറേബ്യൻ ഭരണാധികാരിയുടെ ചരിത്രം ദക്ഷിണാഫ്രിക്കയുടെ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ നിന്ന് അറബ് ഖുലഫാഇന്റെ ചരിത്രം പഠിച്ചെടുത്ത് രണ്ടാമത്തെ ചാപ്റ്റർ എടുത്തു നോക്കി. ആ ചാപ്റ്ററിന്റെ കഥാരാജാവാണ് ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹുവിനെ പറ്റി വായിച്ചു, ആ പുസ്തകം റഫർ ചെയ്തു. രാത്രികൾ ഞാൻ കഴിച്ചുകൂട്ടിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇങ്ങനെ ഒരു മനുഷ്യൻ ചരിത്രത്തിലൂടെ ജീവിച്ചു പോയിട്ടുണ്ടോ എന്ന് ഞാൻ ശങ്കിച്ചുപോയി. സ്വരാജ്യത്ത് വന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് ഡിക്ലെയർ ചെയ്തു, ഈ രാജ്യത്ത് മതേതരത്വവും സൗഹൃദവും കമ്മ്യൂണൽ ഹാർമണിയും നീതിയും പൂത്തുല്ലസിക്കണമെങ്കിൽ അറേബ്യയിലെ ഉമർ ഖലീഫയുടെ ഭരണം ഇവിടെ സംജാതമാകണം, ഇന്ത്യ രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് പറഞ്ഞതിന്റെ പേരിലാണ് ഗാന്ധിജി നാഥൂറാം ഗോഡ്സെയുടെ വെടിയുണ്ടകൾ നെഞ്ചടത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് പെടഞ്ഞ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ മരിച്ചു വീണത്. ഇന്ന് അതേ ഗാന്ധിജിയുടെ നാട്ടുകാരനായ ഒരു പ്രധാനമന്ത്രി, ഫേസ്ബുക്കിന്റെ മേധാവി സുക്കർബർഗിന്റെ അമേരിക്കയിലെ ഓഫീസിലിരുന്ന് സെൽഫി എടുത്തിട്ട് കളിക്കുമ്പോഴാണ് ദാദ്രി 2.5 കോടി മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഉത്തർപ്രദേശിലെ മുസഫർ കലാപം നടന്ന ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ ബീഫ് കൈവശം വെച്ചു എന്ന് കുറ്റാരോപിതനായതിന്റെ പേരിൽ അഖ്ലാഖ് ഖാൻ പേപ്പട്ടിയെ തല്ലിച്ചതക്കും പോലെ തല്ലി കൊല്ലപ്പെട്ടത്. ആ അഖ്ലാഖ് ഖാന്റെ 21 വയസ്സുള്ള കുഞ്ഞുമോൻ ഇപ്പോഴും റിക്കവറായിട്ടില്ല, അടി കിട്ടിയിട്ട്. അവസാനം 60 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ലാബിലേക്ക് ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാര് അഖ്ലാഖ് ഖാന്റെ റെഫ്രിജറേറ്റർ തുറന്ന്, അതിന്റെ ഫ്രീസർ തുറന്ന് അതിലുള്ള മാംസം ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോ റിസൾട്ട് വന്നു, ബീഫല്ല, അത് മട്ടനാണ്. എന്ത് സുരക്ഷിതത്താണ് നമ്മുടെ രാജ്യം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആലോചിക്കണം. മാനവികതയുടെ കഥ പറയുമ്പോ നേരത്തെ ചീഫ് ഇമാം, എന്റെ സഹൃദയനായ സ്നേഹിതൻ അസ്ഹരി അവറുകൾ ഇവിടെ പറയുകയുണ്ടായി, കോഴിക്കോട് മാൻഹോളില് ആന്ധ്രാപ്രദേശുകാരായ 2 തൊഴിലാളികൾ ഇറങ്ങി, അവർക്ക് ശ്വാസം മുട്ടുന്നു, അവര് ബോധരഹിതരായിട്ട് മോഹാല്യാസ്യപ്പെട്ട് പിറകോട്ടടിച്ച് വീഴുന്നു. ഈ രംഗെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നൗഷാദ് അവിടുത്തെ പെട്ടിക്കടയിൽ നിന്ന് നല്ല ചൂടുള്ള ചായ കുടിക്കുമ്പോ ആ ചായ ഒരു മുറുക്ക് ഇറക്കിയിട്ട് അതിന്റെ രുചി നുണയും മുമ്പ് ഓടയിലേക്ക് ഓടുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഹൈന്ദവർ, അവരെ രക്ഷിക്കാൻ വേണ്ടി മൂന്നാമനായി ഇറങ്ങി മരണത്തെ അഭിമുഖീകരിച്ച് അവരോടൊപ്പം മരിച്ചു കിടക്കുന്നത് ഒരു മുസൽമാൻ. ആ മുസൽമാന്റെ മരണ വൃത്താന്തം അറിയുമ്പോ അങ്ങ് തെക്ക് എറണാകുളത്ത് നിന്ന് വീഗാർഡിന്റെ മുതലാളി കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളിയാണ് ആദ്യമായി ആ കുടുംബത്തിന് 5 ലക്ഷം ഓഫർ ചെയ്യുന്നത്. കൊച്ചൌസേപ്പ് സാക്ഷാൽ ക്രൈസ്തവൻ. അത് വെള്ളാപ്പള്ളിക്കറിയില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ പേര് പറഞ്ഞിട്ട് സമത്വയാത്ര, ആ യാത്രന്റെ പേരാണ് സമത്വം. ആ യാത്ര മലപ്പുറം പിന്നിട്ട്, ചെങ്ങനംകുളം പിന്നിട്ട്, കുന്നംകുളം പിന്നിട്ട്, തൃശ്ശൂര് പിന്നിട്ട്, അങ്കമാലി പിന്നിട്ട്, നാളെയല്ല മറ്റന്നാൾ ഇവിടെ വാലിന് വരുന്ന എന്റെ ക്ലാസ്മേറ്റ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി ജുമാക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആലുവയിൽ എത്തിയപ്പോഴാണ് നൗഷാദിന്റെ മതത്തെ പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുയായി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, അവസാനം അദ്ദേഹത്തിന്റെ ഒരു വസിയത്ത് കൂടിയുണ്ട്, തവഫനി മുസ്ലിമാ. അദ്ദേഹം പറഞ്ഞ, ഇങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിമായിട്ട് മരിക്കുകയാണ് നന്നത്. പഠിച്ചോൻ ആ നീയത്ത് നന്നാക്കി കൊടുത്താൽ ഇതിലേക്കൊരു മെമ്പറും കൂടി കിട്ടും. അപ്പൊ പറയും മതപരിവർത്തനാണ്. എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. അദ്ദേഹം പറഞ്ഞുപോയി. അത് വല്ലാത്തൊരു പാരയാണ്. ഇസ്ലാമിനെതിരെയുള്ള ഏറ്റവും വലിയ ഒളിയമ്പാണത്. മരിക്കുകയാണെങ്കിൽ നൗഷാദിനെ പോലെ മുസ്ലിമായി മരിക്കണം, എന്നാ ഉമ്മൻചാണ്ടിന്റെ വക 10 ലക്ഷം നഷ്ടപരിഹാരം എന്നാണ് വെള്ളാപ്പള്ളി പറയാതെ പറഞ്ഞതിന്റെ മയന എന്ന് ആക്കിലും ബാലികും ഹുറും മുക്കല്ലഫായ രാജ്യത്തെ എല്ലാ മാപ്പിളക്കും അറിയാം. എന്നിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു മാപ്പ്, അല്ലേ? അതുകൊണ്ടായോ?
ഈ വെള്ളാപ്പള്ളി നടേശൻ മാതൃകയായി സ്വീകരിക്കുന്ന ശ്രീനാരായണ ഗുരു എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പ്രദേശത്തെ മതേതര വിശ്വാസിയായിരിക്കുന്ന ഹൈന്ദവൻ, ആ ഹൈന്ദവന്റെ നെഞ്ചോട് ചേർത്ത ആത്മീയ ആചാര്യനാണ്. ആ ശ്രീനാരായണ ഗുരുവിന് ഞങ്ങൾ എതിരല്ല, ഗുരു ഞങ്ങൾക്കും എതിരല്ല. കാരണം ഗുരുവിന്റെ നയം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പരിശുദ്ധ റസൂലിന്റെ മാനവികതയെപ്പറ്റി പഠിച്ചു, പുസ്തകം വായിച്ചു. ആ ഗുരുദേവനാണ് മലയാള ഭാഷയിൽ സ്വതസിദ്ധമായ ശൈലിയിൽ കവിത എഴുതിയത്. പുണ്യ റസൂലിനെ പറ്റിയാണ് ശ്രീ ഗുരുദേവൻ എഴുതിയത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്ര പുത്രനോ, കരുണാവാം നബി മണിമുത്തുരത്നമോ. ആരാണ് ഈ കവിത പാടിയത്? ഇന്ത്യ മഹാരാജ്യത്തുള്ള ഹൈന്ദവൻ, ഭൂരിപക്ഷക്കാരനായ ഹൈന്ദവൻ. ആ ഹൈന്ദവന്റെ കിരീടം ചൂടാത്ത സുൽത്താനായ ഒരു പുരുഷായുസ് മുഴുവൻ ആത്മീയതയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ശ്രീനാരായണ ഗുരുദേവനാണ് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി കവിത പാടിയത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, ചരിത്രത്തിലൂടെ ഞാൻ പഠിച്ചുപോയ മുഹമ്മദ് പുരുഷന്റെ ആകൃതിയിൽ ദൈവം തന്നെ മണ്ണിലേക്ക് കടന്നു വന്നതാണോ? നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, മനുഷ്യന്റെ ആകൃതിയിൽ ധർമ്മം ഭൂമിയിലേക്ക് അവതരിച്ചതാണോ? ആമിനാന്റെ മുത്തുമോഹൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരമേശ്വര പവിത്ര പുത്രനോ, പരമനായ ഈശ്വരൻ തമ്പുരാന്റെ പവിത്രനായ പുത്രനാണോ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അവസാനം ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ചുപോയി, കരുണാവാം നബി മണിമുത്ത് രത്നമോ, ഈ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്തുരത്നമാണോ, മരതകമാണോ, മാണിക്യമാണോ, വജ്രമാണോ, വൈഡൂര്യമാണോ, ഇന്ദ്രനീലമാണോ, പുഷ്യരാഗമാണോ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് പിൽക്കാലത്ത് പാടിപ്പോയത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. മനുഷ്യ, നിന്റെ മുമ്പിൽ ഒരു ജാതി, നിന്റെ മുമ്പിൽ ഒരു മതം, നിന്റെ മുമ്പിൽ ഒരു ദൈവം, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. ഒരേ മാതാവിൽ നിന്നും ഒരേ പിതാവിൽ നിന്നും ജനിച്ചവരാണ് ഈ മാനവപുത്രൻ എന്ന് പാടിയ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഒരു സംഘടന കെട്ടിപ്പൊക്കിയിട്ട് ആ സംഘടനയുടെ അമീറും മുദീറൊക്കെ ആയിട്ട് സ്ഥാനാരോഹണം നടത്തപ്പെട്ടിട്ട് ആ സംഘടിപ്പിക്കപ്പെട്ട യാത്രയുടെ പ്രമേയം സമത്വയാത്ര. ആലുവയോടുകൂടെ സമത്വം തീർന്നില്ലേ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അറംപറ്റ എന്ന് പറയും. മലയാള ഭാഷയിൽ അങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്, അറംപറ്റ. അദ്ദേഹത്തിനെതിരെ ആലുവ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കാൻ. ഇതൊക്കെയാണ് വർഗീയ ധ്രുവീകരണത്തിന്റെ അജണ്ടകൾ നമ്മുടെ രാജ്യത്ത്. മതേതരത്വം നല്ല സുഖാണ് പറയാൻ. അത് പ്രാവർത്തികമാക്കണമെങ്കിൽ പരിശുദ്ധി വേണം. ഹൃദയത്തിലേക്ക് പരിശുദ്ധി കടന്നു വരണം. വാൽമീകി മഹർഷിയാണ് കാട്ടിന്റെ മധ്യഭാഗത്ത് മരക്കൊമ്പിൽ ഇരുന്ന് സ്നേഹം പങ്കിടുന്ന ആണും പെണ്ണുമായ രണ്ട് പക്ഷികളെ കണ്ടപ്പോ ആ പക്ഷികളെ ആക്രമിക്കാൻ മുന്നോട്ട് വന്ന കാട്ടാടനായ വനവേടനായ മനുഷ്യനോട് ഈ രാജ്യത്ത് വാൽമീകി മഹർഷിയാണ് കവിത പാടിയത്. മാനിഷാദ അരുത് കാട്ടാള പ്രതിഷ്ഠാം സമഗമ ശാശ്വതീ സമാ കാമമോഹിതം. പരസ്പരം സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ മുന്നോട്ട് വന്ന പക്ഷികളും ഇവിടെ പ്രകൃതിയുടെ വരദാനങ്ങളാണ്. ആ പക്ഷികളെ ഹനിക്കാൻ പാടില്ല, അവയെ നശിപ്പിക്കാൻ പാടില്ല, അവയെ കൊല്ലാൻ പാടില്ല. അഹിംസയാണ് അഹിംസ. ആ അഹിംസക്ക് വേണ്ടിയാണ് എല്ലാ മതങ്ങളും നിലകൊണ്ടത്. ആട്ടിൻകൂട്ടം ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ ആട്ടിൻകൂട്ടത്തോടൊപ്പം എത്താൻ കഴിയാതെ ഒരു മുടന്ത്, കാലിന് എന്തോ ഒരു ന്യൂനത, കാലിന് എന്തോ ഒരു വൈകല്യം ബാധിച്ച ഒരു കൊച്ചു ആട്ടിൻകുട്ടി തന്റെ ആട്ടിൻ പറ്റത്തോടൊപ്പം എത്താൻ കഴിയാതെ മുടന്തി നടന്നപ്പോ ആ ആട്ടിൻകുട്ടിയെ കണ്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് മുടന്തുള്ള ആട്ടിൻകുട്ടിയെ തന്റെ കൈ കൊണ്ട് വാരിപ്പുണർന്ന് മാറോട് ചേർത്ത കപില വസ്തുവിന്റെ മകനായ സിദ്ധാർത്ഥന്റെ രാജ്യമാണ് ഈ രാജ്യം. മറക്കാൻ കഴിയോ? മൊറോക്കോ ഈ ദ്വീപ് സമൂഹത്തിന്റെ മുമ്പിൽ കുഷ്ഠരോഗികൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നറിഞ്ഞപ്പോ അമേരിക്കയിൽ പോയിട്ട് ഡോക്ടറേറ്റ് നേടിയ MBBS MDയും ബിരുദെടുത്ത ഫാദർ ഡാനിയേൽ എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതൻ, അദ്ദേഹം ബിഷഗ്വരനാണ്, ചികിത്സകനാണ്.
ബിരുദാനന്തര ബിരുദത്തിന്റെ ശാസ്ത്ര മേഖലകളിലുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് അപ്പോഴാണ് വിവരം കിട്ടുന്നത് മൊറോക്കോ ദ്വീപ് സമൂഹത്തിന്റെ ഇടയിൽ കുഷ്ഠരോഗികൾ പെരുകിയിട്ടുണ്ട്. ഫാദർ ഡാനിയേൽ എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്റെ ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യ നന്മക്ക് വേണ്ടി വിനിമയം ചെയ്യണം. ദ്വീപിലേക്ക് പോയി ഫാദർ ഡാനിയേൽ. അദ്ദേഹം എങ്ങനെയാ മരിച്ചത്? കുഷ്ഠരോഗികളെ ചികിത്സിച്ച് അവസാനം കുഷ്ഠരോഗം പിടിപെട്ട് തന്നെ ചികിത്സിക്കാൻ ഒരാളില്ലാതായി പോയപ്പോ മരണത്തിന്റെ മുമ്പിലേക്ക് കടന്നു കൊടുത്ത ഒരു ഫാദർ. അതാണ് മനുഷ്യത്വം. വേദങ്ങളിൽ ഇന്നും പറയുന്നുണ്ട്, കാട്ടിലൂടെ നടന്നു പോകാൻ ശിബി ചക്രവർത്തി, ഹൈന്ദവ മുനി, സന്യാസി. അപ്പോഴാണ് സിംഹം വന്നിട്ട് പ്രാവിന്റെ കുട്ടിയെ രണ്ട് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഗർജിച്ച സിംഹം അതിനെ തിന്നാൻ നിൽക്കുമ്പോ വേദപുരാണത്തിൽ പറയുന്നുണ്ട്, ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്, ശിബി ചക്രവർത്തി തന്റെ കാൽത്തുട കാണിച്ചു കൊടുത്തിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചത്രേ, എന്റെ കാൽത്തുടയിലെ പ്രാവിനോളം വരുന്ന മാംസമെങ്കിലും ഭക്ഷിക്കണം. ഇത് വെള്ളരിപ്രാവാൻ, ഇത് സമാധാനത്തിന്റെ ഒലിവിച്ചില്ല കൊക്കിൽ കൊത്തിയെടുത്ത് അന്തരീക്ഷത്തിലൂടെ ഉലകം ചുറ്റുന്ന പ്രാവാൻ. അത് സമാധാനത്തിന്റെ പ്രതീകമാണ്. അതിനെ വെറുതെ വിടണം. ആ സന്ദേശം പഠിപ്പിക്കപ്പെട്ട രാജ്യത്തിന്റെ മുമ്പില് ഓടയിൽ കിടന്ന് മരിച്ചുപോയ രണ്ട് സഹോദരങ്ങളെ മരിക്കാതെ രക്ഷപ്പെടുത്തണം എന്ന് കരുതി അവരോടൊപ്പം മരിച്ചു വീണ രണ്ട് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ജീവിതം കൊടുക്കാൻ ഓടയിലേക്ക് ജീവനം കൊണ്ട് എടുത്തു ചാടിയ മുസൽമാനായിരിക്കുന്ന നൗഷാദിന്റെ മതം പോസ്റ്റ്മോർട്ടം നടത്താൻ വന്ന വെള്ളാപ്പള്ളിക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ പേര് പറയാൻ അധികാരമില്ല. അത് ചിലപ്പോ ഈ രാജ്യത്തെ മതേതര വിശ്വാസിയായ ഹൈന്ദവനുണ്ടാകാം. ഇത്രയും വലിയ വിസ്ഫോടനാത്മകമായിരിക്കുന്ന കമ്മ്യൂണൽ പ്രോബ്ലംസ്, കമ്മ്യൂണൽ ഇഷ്യൂസ് നമ്മുടെ രാജ്യത്ത് വരികയാണ്. അവിടെയാണ് സലാമുസ് പർ ഗജിസ്നെ ബാദ്ശാഹി മേ ഫഖീരി കി, ഉന്നതമായ സോപാനങ്ങളിലേക്ക് കടന്നു പോകാനുള്ള ഭാഗ്യമുണ്ടായിട്ട് പോലും എനിക്ക് വേണ്ട എന്റെ സഹോദരന് കൊടുക്ക് എന്ന് പറയാൻ ഒരു തലമുറയെ പഠിപ്പിച്ചുകൊണ്ടൊരു നായകൻ കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി ഒരാൾ വരികയാൻ. പരിശുദ്ധ റസൂലിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യാനാണ് അയാൾ കടന്നു വരുന്നത്. മദീനത്തെ പള്ളിയിൽ മുസ്തഫ നബി തങ്ങൾ സഹാബത്തിന് നസീഹത്ത് കൊടുത്തിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരത്രായി. പ്രഭാതം മുതൽ ഒരു മനുഷ്യൻ മാറി നിൽക്കാൻ. സന്ധ്യയായി, വൈകുന്നേരമായി. അപ്പൊ സഹാബത്തിനോട് പുറത്ത് നിൽക്കുന്ന ആളെ ചൂണ്ടിയിട്ട് നബി തങ്ങൾ ചോദിച്ചു, ആ മനുഷ്യൻ രാവിലെ വന്നതാണല്ലോ, എന്താണ് അയാൾക്ക് വേണ്ടത്, ഒന്ന് അന്വേഷിക്ക്. സഹാബികൾ പോയി പള്ളിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ആളെ വിളിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ എന്തിനു വന്നതാണ്? കുറച്ചു നേരമായി പരിശുദ്ധ റസൂല് നിങ്ങളെ കാണുന്നു. അയാള് പറഞ്ഞു, ഞാൻ സിറിയയിൽ നിന്ന് കടന്നു വന്നതാണ്. എന്തിനാണ് സഹോദരാ നിങ്ങൾ കടന്നു വന്നത് എന്ന് ലോകത്തിന്റെ നായകൻ ചോദിച്ചപ്പോ ആ സഹോദരൻ പറഞ്ഞു പോയി, അവിടത്തെ കൈയൊന്ന് പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്ത് സഹാബിയാവാൻ. അവിടുത്തെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് സഹാബി പട്ടം നേടാനാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്നിട്ട് എന്തേ സഹോദരാ, നേരം പുലർന്നത് മുതൽ സന്ധ്യ മയങ്ങുന്നത് വരെ നീ വിട്ടു നിൽക്കുന്നു, മാറി നിൽക്കുന്നു. അപ്പൊ നബി തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, പരിശുദ്ധ റസൂലേ, എങ്ങനെ ഒറ്റയടിക്ക് ഞാൻ ഇവിടുത്തെ ഹലറത്തിലേക്ക് കടന്നു വരും യാ റസൂലല്ലാഹ്? അങ്ങ് എവിടെ കിടക്കുന്നു? പാവപ്പെട്ട ഞാൻ എവിടെ കിടക്കുന്നു? അങ്ങ് ആരാണ് നബിയെ? ഞാൻ ഒന്നുമല്ലാത്തവനാണ് റസൂലേ. അതുകൊണ്ട് ബഹുമാന്യരായ അവിടുത്തെ സന്നിധാനത്തിലേക്ക് എങ്ങനെയാണ് വിനീതനായ ഞാൻ കടന്നു വരിക? ആ ഭയപ്പാട് കൊണ്ടാണ്, ബഹുമാനം കൊണ്ടാണ് ഞാൻ മാറി നിന്നത് യാ റസൂലല്ലാഹ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, സഹോദരാ, ഇത് മുഹമ്മദാണ്. നീ എന്താ കരുതിയത്? ഈ അറേബ്യൻ മണരാരണ്യത്തിലൂടെ ഉണക്കറൊട്ടി തിന്ന് ജീവിച്ചു പോയ പെണ്ണിന്റെ മോനാണ് ഞാൻ. എന്തിനെന്നെ പേടിക്കണം? ഓ, അങ്ങനെയുണ്ട് ഒരു വാക്ക്. ഈ അറേബ്യൻ മണലാരണ്യത്തിലൂടെ ഉണക്കറൊട്ടി തിന്ന് ജീവിച്ചു പോയ പെണ്ണിന്റെ മോനാണ് ഞാൻ. അതിനേക്കാൾ താഴ്ന്നൊരു പദപ്രയോഗം ലോകത്തില്ല. യുദ്ധക്കളത്തിലും നമ്മളത് കണ്ടു. ആ മാനവിക ദർശനത്തെ യുദ്ധക്കളത്തിലും കണ്ടു. സഹാബികൾ ടെന്റ് കെട്ടി പരിശുദ്ധ നബിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ടെന്റ്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് സഹാബികൾ പറയാണ്, അങ്ങ് അവിടെ പോയി വിശ്രമിക്കണം, ഞങ്ങൾ ഒട്ടകത്തെ അറുക്കാം, ഞങ്ങൾ ഒട്ടകത്തെ കശാപ്പ് ചെയ്യാം. ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മാംസം കഷ്ണിക്കാം.
അപ്പോഴാണ് ഒരു വഫ്ദ് വന്നിട്ട് പറഞ്ഞത്, ഞങ്ങൾ കഷ്ണിച്ച മാംസങ്ങളെ വൃത്തിയാക്കാം. വേറൊരു വിഭാഗം വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യാം. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ മുഹമ്മദിന്റെ ഡ്യൂട്ടി കാട്ടിൽ പോയിട്ട് വിറക് ശേഖരിക്കലാണ്. 2 ആൾ കൂടി എന്റെ കൂടെ കടന്നു വരണം. നമ്മൾ 3 പേര് വനഭാഗത്ത് പോയിട്ട് വിറക് ശേഖരിച്ചിട്ട് ഇതിൽ പങ്കാളികളാകണം. ടെന്റിൽ ഇരിക്കാൻ എന്നെ കിട്ടൂല. അവിടെ എന്താ? ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള സർഗാത്മകമായിരിക്കുന്ന അവബോധം പുണ്യ റസൂലിന് എവിടെയോ ഉണ്ടായിരുന്നു. അത് ചരിത്രത്തിലൂടെ കണ്ടു, അത് വേദങ്ങളിലൂടെ കണ്ടു, അത് പുരാണങ്ങളിലൂടെ കണ്ടു. അല്ലേ? രോഗി എന്ന് പറ അബൂജഹല് പറഞ്ഞു. അബൂജഹല് പുണ്യ റസൂലിനെ കൊല്ലാൻ വേണ്ടി എത്ര ശ്രമങ്ങൾ നടത്തി. അവസാനം മുശ്രിക്കീങ്ങൾ വില്ലാളി വീരന്മാര് വന്നിട്ട് അബൂജഹലിനോട് പറഞ്ഞു, യാ അബുൽ ഹക്കം. അവര് ബഹുമാനപൂർവ്വം അബൂജഹലിനെ വിളിക്കുന്ന പേരാണ് അബുൽ ഹക്കം. യാ അബുൽ ഹക്കം, എങ്ങനെയാണ് മുഹമ്മദിനെ നമ്മൾ കൊലപ്പെടുത്തുക? ഒരു ഉപായം പറയണം. അപ്പൊ അബൂജഹല് പറഞ്ഞു കൊടുത്ത ഉപായാണ്, എന്റെ വീട്ടിലേക്ക് മുഹമ്മദിനെ വരുത്തുക. പോരുന്ന വഴിയിൽ നമ്മളൊരു ചതിക്കുഴി നിർമ്മിക്കുക, വലിയൊരു കിണറുണ്ടാക്കുക, ചതിക്കിണർ. അപ്പൊ ആ കിണറായിട്ട് പുറത്ത് തോന്നൂല, ഫീൽ ചെയ്യൂല. അതിന്റെ മുകളിലൂടെ മുഹമ്മദ് നടന്നു വരുമ്പോ നമ്മൾ ഉണ്ടാക്കിയ ചതിക്കുഴിയിൽ വീണ് പെടഞ്ഞ് മരിക്കണം. അപ്പൊ ആളുകൾ ചോദിച്ചു, അബൂജഹൽ, നമ്മൾ എങ്ങനെ മുഹമ്മദിന്റെ ശത്രുവായ അങ്ങയുടെ വീട്ടിലേക്ക് മുഹമ്മദിനെ എത്തിക്കും? ഈ കിടങ്ങിൽ മുഹമ്മദ് വീണു പോകണമെങ്കിൽ അങ്ങയുടെ വീട്ടിലേക്ക് മുഹമ്മദ് വരണം. എങ്ങനെയാണ് മുഹമ്മദിനെ നമ്മൾ അങ്ങയുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക? അതിന് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഉപായമാണ്, നിങ്ങൾ മുഹമ്മദിന്റെ വീട്ടിൽ പോയി പറയുക, ഞാൻ രോഗിയാണ് എന്ന് പറയാ. അപ്പൊ ശത്രു രോഗിയായാൽ പോലും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ശത്രുവിനെ കാണാൻ വേണ്ടി പോകും എന്നതിന്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ അടുക്കലുള്ള ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അബൂജഹൽ ഈ മറുപടി കൊടുത്തത് എന്ന് ചരിത്രം പറയാൻ. ശത്രുവിന് പോലും അള്ളാഹിന്റെ റസൂലിനെ പറ്റിയിട്ടുണ്ടായ ധാരണ ഒരു രോഗിയായി കഴിഞ്ഞാൽ രോഗിയെ കാണാൻ വരുന്നുള്ളതാ. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഒരു ധാരണ നികത്തപ്പെട്ടു പോയിരിക്കാൻ. രോഗസന്ദർശനമില്ല. പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ വാളണ്ടിയേഴ്സ് തന്നെ നോക്ക് നിങ്ങൾ, മുസ്ലിം സമൂഹത്തിൽ നിന്ന് കുറവാണല്ലോ. പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്ന രോഗികളെ, കിടപ്പിലായ രോഗികളെ സംരക്ഷിക്കാനും അവരെ ട്രീറ്റ് ചെയ്യാനും കെയർ ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയുന്നു, മഹല്ല് ജമാഅത്തിന്റെ പള്ളികളിൽ അടക്കം പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻ വേണം. അത് ഏത് മതക്കാരനാവട്ടെ. ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികത അതാണ്. ജൂത സ്ത്രീ തന്റെ തലയിലേക്ക് ചപ്പുചവറുകൾ വാരിയിടുമ്പോ എല്ലാ ദിവസവും ഇത് നടന്നു പോകുമ്പോ ഒരു ദിവസം ആ പെണ്ണിനെ കാണാതാകുമ്പോ മദീനയുടെ പള്ളിയിലേക്ക് നിത്യേന നടന്നു പോകുന്ന എന്റെ ശിരസിന്റെ മുകളിലേക്ക് ചപ്പുചവറ് വാരിയിടുന്ന പെൺകുട്ടി എവിടെ പോയി എന്ന അന്വേഷണം നടത്താൻ മുന്നോട്ട് വന്ന ഒരു മാനവികതയുടെ ആചാര്യനെ ചരിത്രം പിന്നെ കാണുകയാണ്. അയൽപ്പക്കക്കാരികളായ സ്ത്രീകൾ പറഞ്ഞു, അവൾ രോഗിയാണ്. അപ്പൊ സ്റ്റെപ്പ് കയറി ശയ്യ അവലംബിച്ചു കൊണ്ടിരിക്കുന്ന ഈ പെണ്ണിന്റെ റൂമിൽ കയറിയിട്ട് അവളെ കണ്ടു. മോളെ, നിനക്ക് എന്ത് പറ്റി എന്ന ചോദ്യം. അവൾ കണ്ണീർ വാർത്തു പോയി. ആരാണ് ഈ കടന്നു വന്നത്? ഞാൻ നിത്യേന ചപ്പുചവറുകൾ വാരിയിടുന്ന പരിശുദ്ധ റസൂലാണല്ലോ എന്നെ കാണാൻ. അന്യമതക്കാരിയായിരുന്നിട്ട് പോലും എന്റെ രോഗസന്ദർശനം നടത്താൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. എന്റെ തമ്പുരാൻ നിനക്ക് ശമനം നൽകട്ടെ മോളെ എന്ന് പ്രാർത്ഥന നടത്തിയിട്ട് തിരിച്ചു പോരുമ്പോൾ പുണ്യ റസൂലിന്റെ കൂടെ തിരിച്ചു പോകുന്നത് ഒരു ഹിദായത്ത് കൂടിയാണ്. ആ പെണ്ണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ പെരുമാറ്റത്തിലൂടെ ഒരു പെണ്ണ് ഇസ്ലാമിന്റെ മെമ്പറാകാൻ, ജൂതമതം ഉപേക്ഷിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി പരിശുദ്ധ മതത്തിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരാനുള്ള ചേതോവികാരം അന്വേഷിച്ചപ്പോ ഈ സഹോദരി പറഞ്ഞു, ഈ മനുഷ്യനിൽ അമാനുഷികമായ എന്തോ ഉണ്ട്, വ്യത്യസ്തമായൊരു സ്വഭാവമുണ്ട്. ദുശ്മൻ സനെ ബദലാ ലിയാ ഹസ്രത്തിനെ കബീബി मारा भी तो अखलाक के तलवार से मारा.
ശത്രുക്കളോട് ഒരിക്കലും വാളുകൊണ്ട് വെട്ടാനല്ല അള്ളാഹുവിന്റെ റസൂല് മുന്നോട്ട് വന്നത്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന ശത്രുവിനോട് അങ്ങോട്ട് പെരുമാറാൻ ഒരു വാളെടുത്തവനല്ല പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാറാ ബീത്തോ, ഇനിയെങ്ങാനും അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു ആക്രമിച്ചിരുന്നുവെങ്കിൽ അഖ്ലാഖ് കേ തൽവാർ സേ മാറാ, സൽസ്വഭാവത്തിന്റെ വാള് കൊണ്ടാണ് വെട്ടിയത്. അങ്ങനെയുണ്ട് ഒരു വാള്. കുല്ലു സുലാമാ മിനന്നാസി അലൈഹി സദഖ, മനുഷ്യരെ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ഞാടി ഞരമ്പുകളും നിങ്ങൾക്ക് ദാനമാണ്. നമ്മുടെ എല്ലാം ദാനം. ഇങ്ങനെയുണ്ട് ഒരു മതം. മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ദാനം, എല്ലാം സ്നേഹം, എല്ലാം ഡൊണേഷൻ, എല്ലാം കോൺട്രിബ്യൂഷൻ. എന്നിട്ട് പറഞ്ഞു കുല്ല യൗമിൻ തത്ലഉ ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും വയഅദിലു ബൈനൽ ഇസ്നൈനി സദഖ. നമ്മളെ നാട്ടിൽ രണ്ടാൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ തർക്കം അവസാനിപ്പിക്കാൻ നിങ്ങളിൽ ഒരാൾ ഇസ്ലാം മതത്തിന്റെ പ്രതിനിധിയായി കടന്നു വരികയാണെങ്കിൽ അന്നേ ദിവസം അവനൊരു ദാനം ചെയ്തിരിക്കുകയാണ്. ഒരു ദാനം, വലിയൊരു കോൺട്രിബ്യൂഷനാണ് അവൻ നിർവഹിച്ചിരിക്കുന്നത് എന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു നമ്മൾ നമ്മുടെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് വിശാലമായ മുഖത്തോടുകൂടെ ഓന്റെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് ചിരിക്കൽ സദഖയാണ് ഇസ്ലാം പഠിപ്പിക്കാൻ. നമ്മൾ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ നടത്തുമ്പോ നമ്മളെ സുഹൃത്തിന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിച്ചാൽ അത് പുണ്യമതത്തിലെ സദഖയാണ്. പിന്നെ പറഞ്ഞു വബികുല്ലി ഖത്വത്തിൻ, നിങ്ങൾ മസ്ജിദിലേക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ഈ മണലാരണ്യത്തിലെ എത്രായിരം പുളിനങ്ങളിൽ നിങ്ങളുടെ പാദസ്പർശനമേറ്റോ ആ ഓരോ മണലാരണ്യത്തിലെയും മണൽത്തരിയുടെ എണ്ണമനുസരിച്ച് നിങ്ങൾക്കത് പാപമോചനമാണ്, ദാനമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാം ഇസ്ലാമില് പരിശുദ്ധിയുള്ളതാണ്. അതൊരു മനുഷ്യന്റെ സത്തയെ കണ്ടെത്തുമ്പോഴാണ് അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ വേറൊരു സ്ഥലത്ത് പറഞ്ഞു ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമായ മനുഷ്യനെ തന്റെ മതത്തിൽപ്പെട്ട അതേ മനുഷ്യനോട് 6 ബാധ്യതകളാണ്. എന്നിട്ട് പറഞ്ഞു ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നമ്മൾ കണ്ടുമുട്ടിയ സലാം പറയണം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മാനവികത എന്ന് പറയുന്നത് അസ്സലാമു അലൈക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, ഇപ്പോഴും പല നാടുകളിലും നേരം വെളുത്തു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്, കുറച്ചു കഴിഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ, കുറച്ചു കഴിഞ്ഞാൽ ഗുഡ് ഈവനിങ്, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഗുഡ് നൈറ്റ്. എന്നാൽ ഇതിനൊക്കെ പരിമിതിയില്ലേ? അമേരിക്കയിലുള്ള നമ്മളൊരു ഫ്രണ്ടിന് നമ്മളിപ്പം വിളിക്കുകയാണ്, ഫോണിൽ വിളിക്കുകയാണ്, അവിടെ പട്ടാ പകലാണ്, ഇവിടെ നട്ടപ്പാതിരയാണ്. അപ്പൊ നമുക്ക് രാത്രിയല്ലേ എന്ന് കണ്ടിട്ട് നമ്മൾ ഫോണിൽ പറഞ്ഞു യെസ് എന്നാ ഞാൻ ബുക്ക് കേട്ടോ, ഗുഡ് നൈറ്റ്. അവന് എപ്പോഴാ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? പകലാണ്. എന്നാ അവനെ കണ്ടിട്ട് നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആളുകൾ നമ്മളെ പറ്റി എന്താ വിചാരിക്കുക? അപ്പോ അത് കോൺഫ്ലിക്റ്റ് ആയി, അത് പ്രശ്നമായി. അവിടെയാണ് പകലെന്നില്ല രാവെന്നില്ല, അസ്സലാമു അലൈക്കും, എന്റെ തമ്പുരാന്റെ രക്ഷ നിനക്ക് സദാ വർഷിക്കുമാറാകട്ടെ. ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഇന്ന് ഇസ്ലാമിന്റെ അസ്സലാമു അലൈക്കും എന്ന ഈ പദപ്രയോഗത്തെ പറ്റി മനനം ചെയ്തതിന്റെ ശേഷം പറഞ്ഞുപോയി, ഇത് സുതാര്യമായൊരു പ്രസ്ഥാനമാണ്, ഇത് സഹിഷ്ണുതയുടെ പ്രസ്ഥാനമാണ്. രക്ഷയ്ക്ക് വേണ്ടി അവർ പരസ്പര പ്രാർത്ഥന നടത്തുകയാണ്. ആഫ്രിക്കക്കാരനായ മുസ്ലിമും അമേരിക്കക്കാരനായ മുസ്ലിമും പരസ്പരം കണ്ടുമുട്ടുമ്പോ അവർക്ക് ഷെയ്ക്ക് ഹാൻഡ്, ഒരു മുസാഫഹ. മുസാഫഹത്തിൽ പോലും പറയുന്നത് നമ്മുടെ ഈ കൈപ്പള്ളയുടെ അഗ്രഭാഗത്തുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് നെർവ്സ്, ചെറിയ ചെറിയ ഞരമ്പുകൾ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഒരാളുടെ കൈ മറ്റൊരാളുടെ കൈയായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അവരുടെ തലച്ചോറ് തമ്മിൽ ടച്ച് ചെയ്യുന്നതിന് തുല്യമാണ്. മനുഷ്യന്റെ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുന്നു. പിന്നെ പറഞ്ഞു വൈദാ ദഅക ഫഅജിബ്ഹു, നിന്റെ മുസ്ലിമായ സഹോദരൻ എന്തെങ്കിലും ഒരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാൻ, ഒരു സദ്യക്ക് വേണ്ടി, ഒരു സൽക്കാരത്തിന് വേണ്ടി നിന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവന്റെ ക്ഷണത്തിന് ഉത്തരം കൊടുക്കലും നിന്റെ ബാധ്യത, അതൊരു കടമയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ അവനോട് ചോദിച്ചു വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ. അപ്പൊ അവൻ നമ്മൾക്ക് നല്ലൊരു അഭിപ്രായം തന്നു, നീ ഇങ്ങനെ ഇപ്പൊ ഇറങ്ങേണ്ട കാര്യമില്ല, നിന്റെ ഫ്യൂച്ചർ ഫെയിലിയർ ആയിരിക്കും എന്ന് നമുക്ക് ഗുണദോഷിക്കുകയാണെങ്കിൽ നമ്മൾ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോവാൻ നമ്മുടെ സഹോദരന്റെ നന്മയോർത്ത് ഉപദേശിക്കലും നമ്മുടെ ബാധ്യതയാണ്. പിന്നെ പറഞ്ഞു തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം.
പക്ഷെ ഇസ്ലാമികമായി മര്യാദകൾ എവിടെയാണ് പാലിക്കപ്പെടുന്നത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാൻ. പഴയ കാലത്തൊക്കെ നമ്മുടെ കുട്ടികൾ വീട് വിട്ടിറങ്ങുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഉറങ്ങാൻ പോകുമ്പോ ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു അല്ലാഹുമ്മ ഇന്നംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ എന്ന് മനോഹരമായി ഉച്ചരിച്ചിട്ടാണ് പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുമോൻ, നമ്മുടെ കുഞ്ഞുമോൾ മെത്തയിലേക്ക് കിടക്കാൻ പോയത്. അതിന്റെ ആപ്തവാക്യത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹുവേ, നാളെ ഞാൻ എണീക്കുകയാണെങ്കിൽ നീ തന്ന ജീവനാണ്. നാളെ ഞാൻ കിടന്നിട്ട് എണീക്കുന്നില്ലെങ്കിലോ അല്ലാഹുവേ ഫർഹംഹാ, ആ മയ്യത്തിന് റഹ്മത്ത് കൊടുക്കണേ തമ്പുരാനെ. രണ്ടും പടച്ച റബ്ബിന്റെ പക്കൽ ഏൽപ്പിച്ചിട്ടാണ് ഇന്ന് രാത്രി മനുഷ്യൻ ശയ്യ കൊള്ളാൻ പോകേണ്ടത് എന്ന് പഠിപ്പിച്ച മതം അല്ലേ? അടുക്കളയിൽ ഉമ്മ മോനെ വിളിച്ചിട്ട് പറയാണ്, മോനെ 5:30 നീക്കുന്ന വാപ്പയാണ് നമ്മുടെ വാപ്പ. സൂര്യൻ ഉദിച്ചിട്ട് അരമണിക്കൂറായി, നീ ഒന്ന് വിളിച്ചു നോക്ക്. മോൻ പോയിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ ഉരുട്ടിയും മറിച്ചും വിളിച്ചു നോക്കി, വാപ്പാക്ക് മിണ്ടാട്ടില്ല. ക്ലിനിക്കിൽ നിന്ന് ഡോക്ടർ വന്നിട്ട് കയ്യിന്റെ പൾസ് പിടിച്ച് പറഞ്ഞു സൈലന്റ് അറ്റാക്ക്, ആള് ഡെഡായിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത്യാഹിതങ്ങളുടെ കാലമാണ്. മരണത്തിന്റെ സ്വഭാവം മാറി, മരണത്തിന്റെ രംഗാവിഷ്കാരങ്ങൾ മാറി. കാലം അകാലമായി തീർന്നു പോകുന്നതും കാലനാൽ സന്ധ്യയടുത്തു വരുന്നതും കാൽപ്പനിക ജന്മം ഭംഗുരമാവതും കാണാൻ കഴിയുമോ ഈ ജന്മം ഇവിടമിൽ. മാലാക വന്നു പിടിച്ചെന്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ. പൊട്ടിച്ചിരിച്ചു അനന്തരമാചിരി, പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും. മനുഷ്യനെ കൊണ്ടുപോകുന്നത് മനുഷ്യൻ തന്നെയാണ്. എന്റെ കുഞ്ഞുമോളെ, അടിയന്തരത്തിന് വേണ്ടി കൂടി നീ റോസ് പൗഡർ ഇട്ട് മിനുക്കിയ നിന്റെ വലതുഭാഗത്തെ കവിൾത്തടം കുടുമയായിട്ട് കെട്ടപ്പെട്ട കഫംപുടയുടെ കെട്ടിനെ അഴിച്ചിട്ട് നിന്റെ ബന്ധുക്കൾ തന്നെ നിന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. ആദ്യമായി മനുഷ്യ ശരീരത്തിൽ നിന്ന് വെളിവാക്കപ്പെടുന്ന 3 ശീല നീങ്ങിപ്പോയാൽ പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് നീ റോസ് പൗഡർ ഇട്ട് മിനുക്കിയ നിന്റെ കവിൾത്തടമാണ്. ആ കവിൾത്തടമാണ് നഗ്നമായി ഖബറിലെ മണ്ണിന്റെ മെത്തയിലേക്ക് ഇറക്കപ്പെടുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്ക്. ആദ്യം പുഴു തിന്നുന്നത് ലിപ്സ്റ്റിക് ഇട്ട കവിള്, റോസ് പൗഡർ ഇട്ട കവിള്, ആ കവിളിന്റെ വലതു ഭാഗമാണ്. ഇവിടെ അടിക്കാൻ പാടില്ല, വകുപ്പ് മാറും. ഇസ്ലാമില് നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പഠിക്കുമ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, മുഖത്തടിക്കരുത്, നഖം കടിക്കരുത്. ഇതൊക്കെ സംസ്കാര ശൂന്യതയാണ്. മനുഷ്യന്റെ മുഖത്തിന് ഓർഗാൻ, ഈ മുഖം എന്ന് പറയുന്ന അവയവത്തിന് ഇസ്ലാം കൊടുത്ത പേര് അഷ്റഫുൽ അഅ്ളാ, അവയവങ്ങളുടെ കൂട്ടത്തിൽ മാന്യതയുള്ള അവയവം എന്നാണ്. മനുഷ്യ ശരീരത്തിൽ എവിടെ അടിച്ചാലും മുഖത്തടിക്കുന്നത് വേറൊരു വകുപ്പാണ്. അത്രമേൽ നമ്മൾ ഉന്നതമായി കൊണ്ടുപോയ ഈ കവിളാണ് ആദ്യം മണ്ണ് തിന്നുന്നത്. ഇത് മനുഷ്യനെ പഠിപ്പിക്കാനുള്ള പാഠമാണ്. മനുഷ്യ, നമ്മൾ ബലഹീനരാണ്, നമ്മൾ ബലഹീനരാണ്. എത്ര പാതാളത്തോളം നമുക്ക് ചെറുതാൻ സാധിക്കുമോ അത്രമേൽ മനുഷ്യൻ ചെറുതാകുമ്പോഴാണ് അവൻ ഉന്നതനായത്. ഉയർന്നവനൊന്നും ഉയർന്നിട്ടില്ല ഇതുകൊണ്ടല്ലാതെ. അപ്പൊ നമ്മൾ ഇതിലൂടെ ചിന്തിക്കുമ്പോഴാണ് അസ്തിത്വം മനസ്സിലാകുന്നത്. ആ മുസ്ലിമായ സഹോദരന്റെ 5ാമത്തെ കടപ്പാട് പറഞ്ഞു, വൈദാ മരിള ഫഅദുഹു, നിന്റെ മുസ്ലിമായ സഹോദരൻ രോഗിയായി കഴിഞ്ഞാൽ ഫഅദുഹു, അവന് രോഗസന്ദർശനം നടത്തലും നിന്റെ കടമയാൻ. അവൻ മരിച്ചു കഴിഞ്ഞാൽ ജനാസയുടെ കൂടെ പള്ളിക്കാട്ടിലേക്ക് കടന്നു പോകലും ശേഷക്രിയകളിൽ പങ്കാളികളാവരും നമ്മുടെ കടമയാൻ. ആ കടമ മറന്നുപോയ ലോകത്തിന്റെ മുമ്പിലൂടെ ഏകോദര സഹോദരന്റെ മാറിടത്തിൽ കടാര കുത്തി കൊലപ്പെടുത്തി അവനെ 6 അടി മണ്ണിലേക്ക് പറഞ്ഞേക്കാനുള്ള ഭ്രാന്ത് മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്ന അഭിനവ ലോകത്തിന്റെ മുമ്പിൽ മനുഷ്യനാണ് ചോരക്കളം തീർത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പോലും മനുഷ്യൻ ചോരക്കളം തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. സോമാലിയയിലെ 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോ ഈ അടുത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു.
എന്താണ്? 16 വയസ്സുള്ള എല്ലും തോലുമായ ദരിദ്ര നാരായണനായ പരവശനായ പേക്കോലമായ ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായി സോമാലിയയിലെ കുട്ടി, ആ 16-കാരനായ കൗമാരക്കാരൻ ഒട്ടകത്തിന്റെ പിന്നാമ്പുറത്തിലൂടെ നടക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ആ കുട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ അവനെ വീക്ഷിച്ച് ക്യാമറ ഓൺ ചെയ്ത് അവന്റെ കൂടെ ഫോളോ ചെയ്ത് കടന്നു പോവുകയാണ്. അവസാനം ഒട്ടകം മലവിസർജനം നടത്താനുള്ള സമയമായി എന്നറിഞ്ഞപ്പോ ഈ 16 വയസ്സുകാരനായ എല്ലും തോലുമായ കുഞ്ഞുമോൻ ഒട്ടകത്തിന്റെ മലദ്വാരത്തിലേക്ക് വായ ചേർത്ത് വെച്ചുപോയി. ഒട്ടകം കാഷ്ടിച്ച ഉച്ഛിഷ്ടത്തെ തന്റെ വായിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ സോമാലിയയിലെ പാവപ്പെട്ട 16 വയസ്സുള്ള കുഞ്ഞുമോൻ സന്നദ്ധനാവുകയാണ്. കൃത്യനിർവഹണം കഴിഞ്ഞ ശേഷം ഈ കുട്ടിയോട് ഫോട്ടോഗ്രാഫർ ചോദിച്ചു പോകാൻ, എന്തിനാണ് മോനെ നീ ഈ ദുര്യോഗം ചെയ്തത്? കുട്ടി പറഞ്ഞു, എന്റെ ആത്മാവ് വിശപ്പ് കൊണ്ട് പെടഞ്ഞു പോയി. ഞാനൊരു ശവമാകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് മരുപ്പറമ്പിലൂടെ മേഞ്ഞിന്ന് തിന്ന് നടന്നു പോയ ഒട്ടകത്തിന്റെ ഉച്ഛിഷ്ടം അന്നമാക്കാൻ ഞാൻ തീരുമാനിച്ചത്. അല്ലേ? നമ്മൾ എവിടെയാ ഇപ്പൊ? കേരളത്തിലൊരു മുതലാളി യൂസുഫ് അലി കഴിഞ്ഞാൽ രണ്ടാമത്തെ സമ്പന്നനാണ് രവിപിള്ള. രവിപിള്ളയുടെ മകള് ആരതിയും ഡോക്ടർ വിഷ്ണുവും തമ്മിൽ നടന്ന നിക്കാഹ്, തസ്വീജ്, വിവാഹം, അവിടെ കണ്ടക്ട് ചെയ്യപ്പെട്ട പ്രോഗ്രാമിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ അധികാരികളാണ്, ഗിന്നസ് റെക്കോർഡിന്റെ അധികാരികളാണ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. 4.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കൊല്ലത്തെ ആശ്രമം മൈതാനം ബാഹുബാലി എന്ന് പറയുന്ന 100 കോടി ചെലവാക്കിയിട്ട് ഇറക്കിയ സിനിമയുടെ അണിയറ ശില്പികളെ കൊണ്ടുവന്നിട്ട് സജ്ജീകരിക്കുവാനും അതിൽ നിന്ന് വധുവും വരനും ഭൂമിയുടെ താഴ്ഭാഗത്ത് ഒരു താമര വിരിയുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് കതിർമണ്ഡപം വരും. ആ കതിർമണ്ഡപത്തിൽ വധു ഉണ്ടാകും, വരനുണ്ടാകും. 4.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ സെൻട്രലൈസ്ഡ് AC സംവിധാനം ചെയ്യപ്പെട്ട ശീതീകരിക്കപ്പെട്ട ആ വലിയ വിശാലമായ പന്തലിൽ 45 രാജ്യങ്ങളിൽ നിന്നുള്ള VVIPകൾക്ക് വേണ്ടി മാത്രം 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഇസ്സത്ത് കാറ്റഗറി 30 കോടി റുപ്യാണ് ആശ്രമ മൈതാനത്തിന്റെ ചെലവ് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഈ മഹല്ല് ജമാഅത്ത് ഏറ്റെടുത്ത് ഇനി നിർമ്മിക്കാൻ പോകുന്ന സ്കൂള് പോലെയുള്ള 30 സ്കൂൾ നിർമ്മിക്കാം. രവിപിള്ളന്റെ മോളെ കല്യാണത്തിന് വാടകക്കെടുത്ത ആശ്രമ മൈതാനത്ത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം 30 കോടി. കല്യാണത്തിന്റെ ടോട്ടൽ എക്സ്പെൻസ് വേറെ. ഈ രീതിയിൽ നമ്മുടെ നാട് പോവാൻ രവിപിള്ളക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്ക് ആശ്രമ മൈതാനത്ത് നിന്ന് കുറച്ചുകൂടി കിലോമീറ്റർ താണ്ടിയാൽ കാണാം RCC, റീജിയണൽ ക്യാൻസർ സെന്റർ. 10 മാസം പ്രായമായ കുട്ടികൾക്ക് ഒരുപാട്, 3.5 വയസ്സുകാരികളായ കുട്ടികൾക്ക് വേറൊരുപാട്. ക്യാൻസർ ബാധിച്ചിട്ട് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പറന്നു വീണ ചോരപ്പൈതലേ, നിനക്ക് വേണ്ടി വേറെ ഒരുപാട്. അത് തൊട്ട് മൂക്കിന്റെ ചുവട്ടിലാണ്, അത് കാണാൻ ഇവിടെ കണ്ണില്ല. ആ കണ്ണ് നഷ്ടപ്പെട്ടു പോയ ലോകത്താണ് മകളുടെ കല്യാണം ഗംഗേമമാക്കാൻ. കേരളത്തിലെ ഒരു വിവാഹമാണ് ഇനി ലോക റെക്കോർഡിലേക്ക് പോകുന്നത്, ഗിന്നസ് റെക്കോർഡിലേക്ക് പോകുന്നത്. കേരളത്തിലെ ഒരു മുതലാളിയുടെ വിവാഹം. നമ്മുടെ ആർഭാടങ്ങൾ മനുഷ്യപ്പറ്റില്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഇവന്റ് മാനേജ്മെന്റ് അല്ലേ നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസ ലോക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ നാട്ടിലെ എക്സ്പീരിയൻസ് കുറവായിരിക്കും. ഒരു 2 കൊല്ലം ഗൾഫിൽ നിന്ന് പ്രവാസി വന്നിട്ട് മകളെ കല്യാണം ഫിക്സ് ചെയ്യാണ്, 20-ാം തീയതി മകളെ കല്യാണാണെന്ന് പറയുമ്പോ സുഹൃത്ത് പറയാണ്, നീ വിഷമിക്കണ്ട, പണ്ടാരി ഏൽപ്പിക്കണം, ചോറ് വെക്കണം, പന്തല് കെട്ടണം, റിസപ്ഷൻ തയ്യാറാക്കണം. നമ്മൾ ഇവന്റ് മാനേജ്മെന്റിന്റെ ഓഫീസിൽ പോവുക. കാഞ്ഞങ്ങാടെത്തി ഇവന്റ് മാനേജ്മെന്റിന്റെ ഓഫീസിൽ എത്തി ഉടനെ തന്നെ അവർക്ക് ഒരു ഡയറക്ടറെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആര്? ഇവന്റ് മാനേജ്മെന്റിന്റെ അധികൃതർ. ഈ ഡയറക്ടറായിട്ട് സംസാരിക്കുമ്പോ ഡയറക്ടറാണ് പിന്നെ ബഡ്ജറ്റ് മുമ്പിൽ വെക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് എത്രയാ? എന്നിട്ട് ഇവര് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾക്ക് 30 ലക്ഷത്തിന്റെ ഉണ്ട്, 35, 40, 45, 60, 75 വരെ ഞങ്ങൾ ബഡ്ജറ്റ് ഉണ്ട്. അതിലെന്തൊക്കെ വരും? 30 ലക്ഷം ആകുമ്പോ ഫുഡ്, ഓഡിറ്റോറിയം എല്ലാം ഉണ്ടാകും. 35 ആകുമ്പോ ആ ഓഡിറ്റോറിയത്തിൽ കളർഫുൾ പ്രോഗ്രാം ഉണ്ടാകും. അത് 40 ലക്ഷം ആകുമ്പോ റിസപ്ഷനിൽ ചിയർ ഗേൾസ് ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. മേക്കപ്പ് ഉണ്ടാകും, കോഡ് ഉണ്ടാകും. ഇപ്പൊ എറണാകുളത്ത് ഭാഗത്തൊക്കെ
ഏത് പുതിയാപ്പിള പോകുന്ന പരിപാടിക്കും ഒന്നുക്ക് സിനിമ ഷൂട്ട് ചെയ്യുന്ന സൈറ്റിൽ നിന്ന് 25,000 രൂപ എടുത്തിട്ട് മേത്തരം കുതിരനെ വാങ്ങാണ്. എന്നിട്ടോ കുതിരപ്പുറത്ത് പോവുകയാണ്. ആര്? സാക്ഷാൽ കുതിര. അതുപോലെ തന്നെ ബെൻസ് കാറ്, ഓൾസ് റോയ്സ് കാറൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് 25,000 രൂപ അതിനും 10 മണിക്ക് കൊണ്ടുവന്ന് സൈറ്റിൽ കൊണ്ടുവന്ന് നിർത്തും. 4 മണിക്ക് ഫ്രീ ആക്കി കൊടുക്കണം. അപ്പൊ എന്താ, പുതിയാപ്പിളക്ക് പോകാനുള്ള കാറാണ് ഈ ബെൻസ് കാറ്. 25,000 രൂപക്ക് മുല്ലപ്പൂ മാല കൊണ്ട് അലങ്കരിക്കപ്പെട്ട ബെൻസ് കാറ് പുതിയാപ്പിള വരുന്നു, നേരെ വധുവിന്റെ വീട്ടിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിനാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പറയല് ഷൈൻ വിത്ത് ബോറോഡ് ഫീച്ചേഴ്സ്. കടം വാങ്ങിയ സാധനം വാങ്ങിയിട്ട് ഷൈൻ ചെയ്യാ. അതിനൊക്കെ പരിമിതിയില്ലേ? കുറച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവൂലേ, പെണ്ണുങ്ങന്മാരെ കുടുംബക്കാർക്ക് മനസ്സിലാവൂലേ, ഇവൻ അന്ന് വന്ന കാർ എഴുതിയെന്ന് ചോദിക്കൂലേ? എന്തിനാണ് ഉള്ള സ്റ്റാറ്റസ് മനുഷ്യൻ കുറയ്ക്കുന്നത്? ഒക്കെ ആർഭാടായി പോവാൻ. എറണാകുളം ജില്ലയിൽ ഒരു കല്യാണത്തിനെ പറ്റി അടുത്ത് പത്രത്തിൽ വായിക്കാൻ സാധിച്ചു. വിശാലമായ പന്തലില് മുന്തിരിക്കൊല തൂക്കിയിടാൻ വേണ്ടി ഒറിജിനൽ മുന്തിരി വേണം. ബാംഗ്ലൂരിൽ നിന്ന് ഏക്കറക്കണക്കിന് ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് ഫ്രീസർ സംവിധാനമുള്ള ക്യാരവൻ വാഹനം അങ്ങോട്ട് കൊടുത്തയച്ചിട്ട് റോഡ് മാർഗം ഒറിജിനൽ മുന്തിരി വിത്ത് വള്ളി എവിടേക്ക്? എറണാകുളത്തെ പന്തലിലേക്ക്. എന്നിട്ട് പന്തലില് ഒറിജിനൽ മുന്തിരി തൂക്കിയിട്ടു. വരുന്ന കുട്ടികളൊക്കെ മുന്തിരി പറിച്ചിട്ട് ഇങ്ങനെ മധുരം നുണയാ. അതിന് അദ്ദേഹത്തിന് ചെലവായത് 4.5 ലക്ഷം രൂപയാണത്രേ. സുബ്ഹാനല്ലാഹ്. കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം മുന്തിരി വാടാൻ തുടങ്ങി. ആളുകൾക്കൊക്കെ എടുത്ത് കൊണ്ടുപോവാ. കണ്ണൂരിലെ തലശ്ശേരിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് കല്യാണം നടന്നത് ആർട്ടിഫിഷ്യൽ പൂളുണ്ടാക്കി, കൃത്രിമ കുളം പന്തലിന്റെ ഉള്ളിലുണ്ടാക്കി. ആ കുളത്തിലേക്ക് നല്ല വിലപിടിപ്പുള്ള മീനുകളെ കൊണ്ടുവന്നു. മീനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി തുടിക്കും. അതിഥികൾക്കൊക്കെ ഓരോ നെറ്റ് കൊടുത്തു. നമ്മൾ മാങ്ങൊക്കെ പറിക്കുന്ന തോട്ടിയുടെ അറ്റത്തുണ്ടാവില്ല ഒരു നെറ്റ്, അതുപോലുള്ള നെറ്റും തോട്ടിയും കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനിനെ പിടിക്കാം. എന്നിട്ട് അപ്പുറത്ത് പണ്ടാരിയും ചട്ടിയുണ്ട്, അവിടെ ഇട്ടുകൊടുത്താൽ 10 മിനിറ്റ് കൊണ്ട് വറുത്ത മീന്. ഒരു കല്യാണമാണത്. വെറൈറ്റി. ഇങ്ങനെ എന്തൊക്കെ വെറൈറ്റി നമുക്ക് ഉണ്ടാക്കാം. മനുഷ്യന് ഇന്ന് വെറൈറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടെയും വ്യത്യസ്തനാവുക എന്നതാണ് അവന്റെ ശ്രമം. ആ വ്യത്യസ്തനാകാൻ മനുഷ്യൻ മത്സരിച്ചു മുന്നോട്ട് വന്നപ്പോ അപ്പുറത്തുള്ള മനുഷ്യനെ കാണാനുള്ള കണ്ണിന് തിമിരം ബാധിച്ചു. അവിടെയാണ് പ്രശ്നം പറ്റിയത്. അപ്പുറത്ത് കാണാനുള്ള കണ്ണിന് തിമിരം ബാധിച്ചു പോയി എന്നർത്ഥം അല്ലേ? എത്ര ഉന്നതിയിലേക്ക് പോയാലും അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ് എന്ന ബോധമാണ് നമുക്ക് അനിവാര്യം. ഈ അടുത്ത് ഈ കഴിഞ്ഞ ഹജ്ജ് ക്യാമ്പിന്, എറണാകുളത്തെ ഹജ്ജ് ക്യാമ്പിലേക്ക് പോകാനുള്ള ഭാഗ്യം ലഭിച്ചു. പോയി നമ്മുടെ കണ്ണൂരിലെ ഹജ്ജ് ക്യാമ്പിന്റെ വോളണ്ടിയർ ഷംസീറിന്റെ കൂടെ ഹജ്ജ് ക്യാമ്പിലെ ഓരോ സെഷനും സന്ദർശിക്കാണ് ഞങ്ങൾ കുറച്ച് ഹുദവി സുഹൃത്തുക്കള്. അവിടെ ഷംസീർ കാണിച്ചതാണ് ആ ഹജ്ജ് ക്യാമ്പിലെ അടുക്കളയിൽ പ്ലേറ്റ് മോറുന്ന, ഗ്ലാസ് മോറുന്ന ആളെ നിങ്ങൾ കണ്ടോ? ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി. അപ്പൊ ആരാ? എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് ആണ്, ജില്ലാ ഹൈക്കോടതിയുടെ ജഡ്ജാണ്, ഒരു മുസ്ലിം. ആ മുസ്ലിമായ സഹോദരനാണ് ക്ലാസ് മോറുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ ഒരു വല്ലാത്തൊരു ബഹുമാനം തോന്നി, അദ്ദേഹത്തോട് വല്ലാത്തൊരു റെസ്പെക്ട് തോന്നി. അദ്ദേഹത്തെ സമീപിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു കൃത്യം 2 ആഴ്ചക്ക് ലീവ് എടുത്തിട്ട് നിർവഹിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്ത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മതത്തിന്റെ മഹത്വം ചരിത്ര പുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എന്നെ കൊണ്ടൊരു ഖിദ്മ നടക്കട്ടെ എന്ന് തീരുമാനിച്ചു. മുമ്പിൽ ഒരുപാട് വലിയ വലിയ കാറുകൾ, വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു. ചോദിച്ചപ്പോ പറഞ്ഞു, ദുബൈയിലുള്ള വലിയൊരു മുതലാളി, എറണാകുളം ജില്ലയിൽപ്പെട്ട ഒരു മുസ്ലിം മുതലാളി മക്കളും മരുമക്കളും അടക്കമുള്ള ഒരു സംഘത്തോടൊപ്പം ഹജ്ജ് ക്യാമ്പിൽ വോളണ്ടിയറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ലീവ് എടുത്തിട്ട് നാട്ടിൽ വന്നു. ഫുൾ ടാങ്ക് ആക്കി, അദ്ദേഹത്തിന്റെ എല്ലാ വണ്ടിയും ഫുൾ ടാങ്ക് ആക്കി ഹജ്ജ് ക്യാമ്പിന്റെ പുറത്ത് നിർത്തിയിട്ടിരിക്കാൻ. ഏത് ഹാജിക്കും ആ ഹാജിയുടെ ആവശ്യത്തിന് വേണ്ടി ഓടാം. അത് ഖിദ്മയാണ്. അങ്ങനെ വോളണ്ടിയറി വർക്കിലൂടെ സ്വർഗം നേടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. മഹത്വങ്ങൾ മനുഷ്യനെ ഉന്നതനാക്കുന്നുണ്ട്. പക്ഷേ ആ മഹത്വങ്ങളിലൂടെ അവന് തോന്നുകയാണ് അപ്പോഴും ഞാൻ ചെറിയവനാണ്. റബ്ബേ വമാ റഫഅ മൻ റഫഅ ഇല്ലാ ബിൽ ഹുർമാ. ഉയർന്നവനൊന്നും ഉയർന്നിട്ടില്ല മനുഷ്യത്വത്തിന്റെ സത്ത കണ്ടെത്തിയിട്ടല്ലാതെ. അതാണ് ഉണക്കറൊട്ടി തിന്ന് ജീവിച്ചു പോയ പെണ്ണിന്റെ മോനാണ് ഞാൻ എന്ന് പറഞ്ഞത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം പറയുകയാണ്, പരിശുദ്ധ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പിണങ്ങിപ്പോയി.
മനുഷ്യ സഹജമായ ഒരു പിണക്കമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായത്. ഞാൻ കൊച്ചുകുട്ടിയാണ്, പരിശുദ്ധ റസൂലിന്റെ ഭാര്യ കൂടിയാണ്. 9ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവി ഭാര്യയായിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത്. നമ്മളൊക്കെ ഒന്ന് സങ്കല്പിച്ചു നോക്കി. പുണ്യ റസൂലിന്റെ സഹധർമ്മിണിയായി മണിയറയിലേക്ക് ഈ പെൺകുട്ടി കയറി വരുമ്പോ പരിശുദ്ധ ഭാര്യയുടെ പ്രായം 9. ലോകനായകനായ ഭർത്താവ് വട പറഞ്ഞു പോയി. ഈ പെൺകുട്ടി വിധവയാകുമ്പോ അവരുടെ പ്രായം മധുര 17. നമ്മുടെ നാട്ടിലൊരു കുട്ടിയെ കെട്ടിക്കാനുള്ള വയസ്സാണ് ആയിഷ ബീവിക്ക് ഭർത്താവ് നഷ്ടപ്പെടുമ്പോ. എന്നാൽ ആ പെൺകുട്ടിയെ ഇനി വേറൊരാൾക്ക് വിവാഹം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉമ്മുൽ മുഅ്മിനീൻ, പുണ്യ നബിയുടെ ശയ്യ പങ്കിടാൻ ഏതൊരു പെണ്ണിന് ഭാഗ്യം ലഭിച്ചോ ആ പെണ്ണിന്റെ പേര് ഉമ്മുൽ മുഅ്മിനീനാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടപ്പറപ്പിനെ പോലെ കിടക്കാൻ ഭാഗ്യം ലഭിച്ച അവിടുത്തെ ഭാര്യന്മാര് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. ഉമ്മുൽ മുഅ്മിനീന്റെ വിധി എന്താണ്? മാതാവിനെ വിവാഹം ചെയ്യുന്നതിന്റെ അതേ ഹുക്കുമാണ് പുണ്യ റസൂലിന്റെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീനെ വിവാഹം ചെയ്യില്ലെന്ന് ഇസ്ലാം. അതുകൊണ്ടാണ് ആയിഷ ബീവിക്ക് വിവാഹത്തിനുള്ള സമയം ഇനിയുണ്ട്, വൈവാഹിക ജീവിതം നയിക്കാനുള്ള അവസരം ഇനിയുണ്ട്. എന്നിട്ട് പോലും ഇടക്കിടക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്? റസൂലുള്ളാഹിക്ക് ഇത്ര ഭാര്യന്മാരുണ്ടായിട്ട് പോലും ഏതൊരു ഭാര്യയുടെ കൂടെ കിടക്കുമ്പോഴാണോ പരിശുദ്ധ റസൂലിന്റെ മണിയറയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി ഇറങ്ങി വന്നത്, ആ നാമത്തിന്റെ ഉടമയാണ് സിദ്ദീഖിന്റെ ഈ മകളായ ആയിഷ എന്ന് ആയിഷ ബീവി സ്വയം പരിചയപ്പെടുത്താറുണ്ട്. മറ്റുള്ള ഭാര്യന്മാർക്കിടയിൽ ആയിഷ ബീവി തന്നെ പരിചയപ്പെടുത്തുന്നതിന്റെ സ്ലാങ് ശൈലിയാണിങ്ങനെ. അങ്ങനെ പോലെ ആയിഷ ബീവി പറയാറുണ്ട്. ആ ആയിഷ ബീവി ഒരു ദിവസം റസൂലുള്ളാഹിയായിട്ട് പിണങ്ങി. മനുഷ്യ സഹജമായ പിണക്കം കുറച്ചൊക്കെ ഒരു വാശിയും കുറുമ്പും വികൃതിയും അതുപോലെ തന്നെ കുശുമ്പും കുന്നായ്മയും ഒക്കെ കാണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പുണ്യ റസൂലിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ എന്നുള്ള രീതിയിൽ അള്ളാന്റെ റസൂല് ആയിഷ ബീവിക്ക് വകവെച്ചു കൊടുത്തിരുന്നു എന്നാ. ഒരു ദിവസം ആയിഷ ബീവി പിണങ്ങി. സന്ധ്യാനേരത്ത് പുണ്യ റസൂല് പോയി നോക്കുമ്പോ ആയിഷ പിണക്കത്തിലാണ്, മിണ്ടുന്നില്ല. പിറ്റേ ദിവസം വരെ വെയിറ്റ് ചെയ്ത് പരിശുദ്ധ ഭർത്താവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ അടുക്കൽ പോയി സംസാരിക്കുമ്പോ ആയിഷ ബീവി മുഖം തിരിക്കുകയാണ്. എന്തേ പിണക്കത്തിന് കാരണം ആയിഷ എന്ന് ചോദിച്ചിട്ട് പോലും മറുപടി ഇല്ലാതെ വന്നപ്പോ അള്ളാന്റെ റസൂല് ആയിഷ ബീവിയെ ഒന്ന് തണുപ്പിക്കണം എന്ന് കരുതി അങ്ങാടിയിൽ പോയി സഹാബികളോട് ചോദിച്ചു, സഹാബികളെ, നിങ്ങളുടെ ആരെടുത്തെങ്കിലും 2 ദീനാറുണ്ടോ? പുണ്യ റസൂലിന്റെ പോക്കറ്റ് കാലിയാ. ഒരാൾ എടുത്തു കൊടുത്തു. എന്തിനാണ് പരിശുദ്ധ റസൂലെ എന്ന് ചോദിച്ചു. എന്റെ ആയിഷയെ ഒന്ന് സോപ്പിടാനാണ്. എന്റെ ആയിഷക്ക് ഇഷ്ടപ്പെട്ട മധുരപലഹാരം ഈ കടയിലുണ്ട്, അത് വാങ്ങാൻ. സഹാബിയിൽ നിന്ന് രൂപ, പൈസ, ദിർഹം കടം വാങ്ങി പരിശുദ്ധ റസൂൽ അത് വാങ്ങി കുന്ന് കയറി തന്റെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഒരു പ്ലേറ്റിൽ പലഹാരം മുഴുവൻ ഇട്ടിട്ട്, ആയിഷ ഇതാ നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരം എന്ന് പറഞ്ഞിട്ട് സഹധർമ്മിണിയുടെ മുമ്പിലേക്ക് നീട്ടിക്കൊടുത്തപ്പോ കുറുമ്പിയായ ആയിഷ അത് തട്ടി. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവി ഒന്നുകൂടി സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് പാത്രം നിലത്ത് വീണു. അതിലുള്ള പലഹാരങ്ങളാണെങ്കിലോ ശകലങ്ങളായി ചിതറി. അള്ളാന്റെ റസൂല് ചെയ്ത പണി നോക്കണം. മുട്ടുകുത്തിയിരുന്നു പോയി നിലത്ത്. ഒരു ആട്ടിൻകുട്ടിയെ പോലെ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് ചിതറിക്കിടന്ന പലഹാരം നിലത്ത് ചിതറിക്കിടക്കുകയാണ്. ആ പലഹാര കഷ്ണങ്ങളെല്ലാം തന്റെ പരിശുദ്ധ പൂമേനിയിലെ കയ്യിനെ കൊണ്ടാണ് പെറുക്കിയെടുക്കുന്നത്. ഏതാണ് ആ കയ്യ്? യുദ്ധവേളയിൽ വെള്ളം കിട്ടാതെ വന്നിട്ട് സഹാബത്ത് ദാഹപരവശരായപ്പോ അവിടുത്തെ കരങ്ങൾക്കിടയിലൂടെയാണ് സുനാമി തിരമാലകളെ പോലെയുള്ള ജലധാര കടന്നു വന്നത്. അതാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും പുണ്യമായ പാനീയം. ഹൗദുൽ കൗസറിനേക്കാൾ ലോകത്ത് സ്ഥാനമുള്ള വെള്ളം, സംസമിനേക്കാൾ സ്ഥാനമുള്ള വെള്ളം. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈന സാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമിൻ വൽ കൗസറു. പിന്നെയാണ് സംസമും കൗസറും വരുന്നത്. അതിന്റെ മുമ്പ് അതിനേക്കാളുപരി ലോക ചരിത്രത്തിൽ ഏറ്റവും പവിത്രതയുള്ള ജലധാരയുണ്ടെങ്കിൽ പരിശുദ്ധ റസൂലിന്റെ കരങ്ങൾക്കിടയിലൂടെ പ്രവഹിച്ചു പോയ ജലധാരയാണ്.
ആ ജലധാര പ്രവഹിച്ച മുഅ്ജിസത്ത് കാണിച്ച കൈകൾ ഇന്ന് ആയിഷ ബീബിയുടെ അടുക്കളയുടെ തറയിൽ പരതുകയാണ്. പലഹാരങ്ങൾ പെറുക്കുകയാണ്. ആ കൈകളെ കൊണ്ട് പലഹാരമെല്ലാം പെറുക്കി അതൊരു പ്ലേറ്റിൽ ഈട്ടിക്കൂട്ടിയതിന്റെ ശേഷം ആ പാത്രം ഒരു ഭാഗത്ത് വെച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്ത് കുറുമ്പ് കാട്ടി നിൽക്കുന്ന ആയിഷ ബീവിയുടെ അടുക്കലേക്ക് കടന്നുപോയി ചോദിച്ചു. ആയിഷാന്റെ തോളത്ത് കൈയിട്ട് ചോദിച്ചു, എന്നിട്ടും തീരാത്ത പ്രശ്നം എന്താണ് ആയിഷ? ഇവിടത്തെ ഒരു മനുഷ്യ സഹജമായ സഹവർത്തിത്വം നോക്കണം. ഒരാള് നെഗറ്റീവായപ്പോ മറ്റേയാള് പോസിറ്റീവായി, മറ്റേയാള് നെഗറ്റീവായപ്പോ ഈ ആള് പോസിറ്റീവായി. അങ്ങനെയാണ്. അപ്പൊ ദാമ്പത്യം പൊട്ടലും ചീറ്റലും ഇല്ലാതെ പോകുന്നതാണ്. കാരണം ഇന്നൽ മർഅത ഖുലിഖത മിൻ ദിലാഇൻ അഅവജ്. പലപ്പോഴും നമ്മൾ ഭർത്താക്കന്മാര് ഭാര്യന്മാർക്ക് സ്വഭാവ ദൂഷ്യം ഉണ്ടാകുമ്പോ ഒറ്റയടിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നോക്കും, അല്ലെ? നമ്മളെല്ലാരും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഷോക്ക് ട്രീറ്റ്മെന്റ് താങ്ങാൻ കഴിയൂല. ഖുലിഖത് മിൻ ദിലാഇൻ അഅവജ്. ഒരു വളഞ്ഞ എല്ലിനാലാണ് പെണ്ണ് സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി അലൈഹി സ്വലാമിനെ പടക്കാൻ അല്ലാഹു മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ട് മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞു. മണ്ണ് കൊണ്ടുവന്നു. ആദം നബിയുടെ രൂപം സ്ട്രക്ചർ ഉണ്ടാക്കി അതിൽ റൂഹ് കൊടുത്തു. ഇനി ഒരു മെയിലുണ്ട്, ഇപ്പുറത്ത് ഫീമെയിൽ വേണം. ഷീ ഉണ്ട്, ഇനി ഷീ വേണം. ആഡം ഉണ്ട്, മാഡം വേണം. ശരിയാണ്. എന്നാൽ കുറച്ചുകൂടി മണ്ണ് വേണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് മലക്കുകളെ പറഞ്ഞയച്ചിട്ടില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും മുകളിലെ ഇടഭാഗത്ത് നല്ല കർവുള്ള വളഞ്ഞ എല്ലിനെ വലിച്ചെടുത്ത് ഊരിയെടുത്തു. എന്നിട്ട് ഹവ്വ ബീവിയെ സൃഷ്ടിക്കാൻ. അതുകൊണ്ടാണ് SHE ഷീ എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് തന്നെയാണ് ഹി. അതുകൊണ്ടാണ് MRS മിസിസ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് തന്നെയാണ് മിസ്റ്റർ. നമ്മൾ ചിന്തിക്കണം, പുരുഷനും സ്ത്രീയും എന്ന് പറയുമ്പോ, ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോ കുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. ഒരു വസ്ത്രപ്രയോഗമാണ് ഇസ്ലാം നടത്തിയത്. നമ്മുടെ കുടുംബത്തിൽ അത് കാണുന്നില്ല. അതുകൊണ്ട് ഒരാളുടെ ന്യൂനത വേറെ ആള് പുറത്തുപോയി പറയരുത്, ഇയാളുടെ ന്യൂനത അപ്പുറത്താളും പറയരുത്. ഇവൾ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇവർ രമ്യമായി പരിഹാരം കണ്ടെത്തേണ്ട നേതൃത്വമാണ്. ആ നേതൃത്വ സ്വഭാവം ആയിഷ ബീവിയും കാണിച്ചു, പുണ്യ റസൂലും കാണിച്ചു. ആയിഷ ബീവി എന്നെ പറയുന്നുണ്ട്, എത്യോപ്യയിലെ കളരി സംഘം വന്നിട്ട് കളരിപ്പയറ്റ് പുറത്ത് നടത്തിയപ്പോ ഞാൻ പെർമിഷൻ ചോദിച്ചു, എന്റെ ഭർത്താവായ നബി തിരുമേനിയോടൊന്ന് പോയി കാണട്ടെ. ആയിഷ, നീ പുറത്തു പോയി കാണണ്ട. എന്നിട്ട് തന്റെ കയ്യിന് എങ്ങനെ വെച്ചു. ആയിഷ ബീവിയോട് പറഞ്ഞു, എന്റെ കയ്യിന്റെ ഇൻസൈഡിലൂടെ, ഈ തുറന്നിട്ട കിളിവാതിലിലൂടെ നിനക്ക് എത്യോപ്യൻ കളരി സംഘത്തിന്റെ കളരിപ്പയറ്റ് കാണാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താവ് വകവെച്ചു തന്നു എന്ന് ഭാര്യന്മാര് പറയാൻ. മുസാബക്ക നടത്തി, ഓട്ടമത്സരം നടത്തി. പുണ്യ റസൂലിന്റെ സഹിഷ്ണുതക്ക് അറ്റല്ല, അത് വിശാലമായി വിസ്തൃതമായി പരന്നു കിടക്കുകയാണ്. അതിനെ കണ്ടെത്താനുള്ള അവസരം ലോക ചരിത്രം വിനിയോഗം നടത്തണം. നമ്മളെ കുടുംബത്തിൽ ഇന്ന് പ്ലഷറില്ല, സന്തോഷമില്ല. എവിടെ നോക്കിയാലും എന്താ അറിയോ, നമ്മളൊക്കെ സെൽഫിഷായി പോയി. ഇപ്പൊ ഈ ന്യൂ ജനറേഷനിലെ കുട്ടികളെ അവസ്ഥ ഒന്ന് എടുത്തു നോക്കി നിങ്ങൾ. ആരോ കവിതയിൽ പറഞ്ഞ പോലെ ഇന്ന് വാർദ്ധക്യം പരിഭ്രമിച്ചു പോയത് ഒന്നുകൊണ്ടുമല്ല. അന്നൊക്കെ അവര് വടി കുത്തിപ്പിടിച്ചത് താഴേക്ക് നോക്കിയിട്ടാണ്. ഇന്ന് അതുപോലുള്ള വടി മേലേക്ക് നോക്കിയിട്ട് സെൽഫ് എടുക്കുന്ന ന്യൂ ജനറേഷനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. എല്ലാം വിപരീതം. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ എങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചു പോകുന്നു. ഇപ്പൊ പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതോടുകൂടെ നമ്മുടെ ലാംഗ്വേജ് മാറി. പഠിച്ചോനെ, കാസർഗോട്ടെ അവസ്ഥ എന്താന്ന് എനിക്കറിയില്ല. മലപ്പുറത്തൊക്കെ അപ്പാടെ മാറിയിട്ടുണ്ട്. പലതൊക്കെ മലപ്പുറത്തിനുള്ള പേരും പെരുമയും എത്രയായിരുന്നു, അല്ലേ? ഇന്നോ അസ്ഹാബ് നിവിൻ പോളി. ഈ ഖൗമ മുഴുവൻ നിവിൻ പോളിന്റെ ഇത്തിബാഴ് ചെയ്യുന്ന ആളുകളാണ്. ലിഅന്നഹും യത്തബിഊന നിവിൻ പോളി ഖദമൻ ബിഖദമിൻ ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. ഈ ആളുകളൊക്കെ ഇപ്പൊ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു യുവ കഥാപാത്രം ഒരു പ്രേമം മൂവിയിലെ നായകനായി വന്നപ്പോ അദ്ദേഹത്തിന്റെ വേഷം കെട്ടാൻ മത്സരിച്ചു. അങ്ങനെ പാശ്ചാത്യൻ വിളമ്പിത്തരുന്നതിനെയും നാട്ടുകാരൻ വിളമ്പിത്തരുന്നതിനെയും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഒരു കൗമ്. അങ്ങനെ ഒരു പേര് നമുക്ക് വീണിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോകാൻ. എന്റെ ചെറുപ്പക്കാരെ, ഇവിടെ ഒരു പരിവർത്തനം വേണം.
മാറ്റം വേണം. വിദ്യാഭ്യാസ നവജാഗരണം നമ്മുടെ നാട്ടിന്റെ മുഖമുദ്രയാകണം. എഡ്യൂക്കേഷണൽ റിനൈസൻസ്. വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇനി വിപ്ലവം. വിദ്യയില്ലെങ്കിൽ ഇനി സ്ഥാനമില്ല. വിദ്യവിഹീന പശു. വിദ്യയില്ലാത്തവൻ പശുവിന് തുല്യമാണ്. വിദ്യയില്ലാത്തവൻ മൃഗതുല്യനാണ് എന്നതിന്റെ അർത്ഥം. വിദ്യവിഹീന പശു, അത് സംസ്കൃതത്തിലെ ചൊല്ലാണ്. ഇത്രയും ഭീകരമായ ഈ കാലഘട്ടത്തിൽ ഒരു ഹർഫ് പഠിക്കുന്നതിന്റെ വില നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ മനസ്സിലാക്കുന്നു അതൊക്കെ കണ്ടറിഞ്ഞതിന്റെ പേരിലാണ് നമ്മുടെ മഹല്ല് ജമാഅത്ത് നമ്മുടെ സ്കൂള് എടുത്തു എന്ന് മാത്രമല്ല, എയ്ഡഡ് സ്കൂൾ എടുത്തു എന്ന് മാത്രമല്ല, അതിന്റെ അധികൃതർ റഷീദ് സാഹിബ് അടക്കമുള്ള ആളുകള്, ഞാൻ അവരായിട്ട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, നല്ല പ്രീ പ്ലാൻഡ് അജണ്ടയോട് കൂടെ തന്നെയാണ് നമ്മുടെ മഹല്ല് ജമാഅത്ത് ഈ എയ്ഡഡ് സ്കൂളിനെ വിലക്ക് വാങ്ങിയിരിക്കുന്നത്. ഇനി അതിനെ മുഖം മിനിക്കണം, അതിനെ മോഡിഫൈ ചെയ്യണം, അതിൽ നല്ല സിലബസ് പരിഷ്കരണങ്ങൾ കൊണ്ടുവരണം. മാത്രമല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കുന്ന LKG UKG എഡ്യൂക്കേഷണൽ സിസ്റ്റം അതിലേക്ക് ആഡ് ചെയ്യുകയും വേണം. ഇങ്ങനെയുള്ള ഒരു മെഗാ ബഡ്ജറ്റിന് നമ്മുടെ മഹല്ല് ജമാഅത്ത് തിരികൊളുത്താൻ പോവുക. എറണാകുളം ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാല്, ഞാന് കാക്കനാടിന്റെ പള്ളിയിൽ ഇതുപോലെ ഖത്തീബായി സേവനം ചെയ്തിരുന്നു. ആ പരിസരങ്ങളിലൊക്കെ ചില മഹല്ലുകളിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ഇതുപോലെ ഒരു ബ്രീഫ് കമ്മിറ്റി രൂപീകരിച്ച് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണെടുത്തു. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് 5000 രൂപ സ്റ്റൈപ്പൻഡ്, PG ക്ക് പഠിക്കുന്ന കുട്ടിക്ക് 7000 രൂപ സ്റ്റൈപ്പൻഡ്. ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന തലത്തിലേക്ക് മഹല്ലിന്റെ ദൈനംദിന ആസ്തി വളർന്നു വന്നു. അഥവാ PSC ടെസ്റ്റ് അടക്കം പള്ളിയുടെ ഡിസ്പ്ലേ ബോർഡിലേക്ക് കൊടുക്കാനുള്ള സെറ്റപ്പിലേക്ക്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് മതബോധമില്ല. ഇപ്പൊ 1.25 ലക്ഷം കുട്ടികൾ മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതി. ആർക്കാ ഫസ്റ്റ് റാങ്ക്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളിവിടെ ന്യൂനപക്ഷ, കോട്ടയക്കാരനും പത്തനംതിട്ടക്കാരനും കൊല്ലക്കാരനും തൃശ്ശൂരുകാരനും തിരുവനന്തപുരത്തുകാരനും എല്ലാവരും പരീക്ഷ, എല്ലാ മതക്കാരും അടങ്ങുന്ന 1.25 ലക്ഷം കുട്ടികൾ കേരളത്തിൽ പരീക്ഷ എഴുതിയപ്പോ കേരളത്തിലെ ന്യൂനപക്ഷക്കാരന്റെ പൊന്നുമോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ മാപ്പള മഹല്ലത്തിലെ പെൺകുട്ടി ഫാത്തിമ ഹിബക്കാണ് ഈ സർവ്വ മതസ്ഥരിൽ നിന്നും 1ാം റാങ്ക് കിട്ടിയത്. 2ാം റാങ്കോ ഇന്ത്യൻ മെഡിക്കൽ എൻട്രൻസ് തന്നെ ഏറ്റവും ടൈറ്റ് മെഡിക്കൽ എൻട്രൻസ് കേരള മെഡിക്കൽ എൻട്രൻസ് ആണ്. അതിലെ കേരളത്തിലെ നമ്പർ 2 റാങ്ക് 2 എറണാകുളം ജില്ലയിലെ 1ാം റാങ്ക് ആലുവയിലെ റാഫിന്റെ മകൾ മറിയം റാഫി. നമ്മുടെ കുട്ടികൾ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒട്ടും പുറകിലല്ല. 10 കൊല്ലം മുമ്പ് മൈമാക്ക, കാദറാക്ക, അല്ലെങ്കിൽ മൈമച്ച, കാദർച്ച എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാര് ദുബായ് എയർപോർട്ടിലേക്ക് വണ്ടി കയറി അവരുടെ ലഗേജ് അറബി പൊളിച്ചു നോക്കിയപ്പോ അറബിക്ക് കാണാൻ സാധിച്ചത് ഉണക്ക സ്രാവ്, പൊരിച്ച ഔല്, കുറച്ച് അച്ചാറ്. അപ്പുറത്തുണ്ട് എറണാകുളത്തുകാരൻ ജോസ് വന്നിന് മൈമച്ചാനോട് മൈമച്ചാന്റെ അതേ അറബി മതക്കാരനായ അറബി പറഞ്ഞു, അൻത തബ്ബാഹു ജോസ്. എന്റെ ശീതീകരിച്ച റൂമിലേക്ക് നല്ല ബിരുദാനന്തര ബിരുദമുള്ള ജോസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജോസിനൊരു പണ്ടാരിന് ആവശ്യമുണ്ട്. ജോസിന്റെ അതേ സംസ്ഥാനക്കാരനായ മൈമച്ചൻ ആയിക്കോട്ടെ പണ്ടാരി എന്ന് പറഞ്ഞു അറബി. കാരണം ജോസിന്റെ അട്ടപ്പെട്ടി പൊളിച്ചു നോക്കിയപ്പോ, ലഗേജ് പൊളിച്ചു നോക്കിയപ്പോ കിട്ടിയത് സ്രാവിന്റെ അച്ചാറല്ല, പൊരിച്ച ഔലല്ല, ഡിഗ്രിയും PGയും PhDയും ഉള്ള സർട്ടിഫിക്കറ്റുകളാണ്. എന്നാൽ അന്ന് പൊട്ടിപ്പൊളിക്കപ്പെട്ടപ്പോ തബ്ബാഹു ജോസ്, നീ പണ്ടാരിയാടാ എന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെട്ടവന്റെ പേരക്കുട്ടി ഇന്ന് മെഡിക്കൽ എൻട്രൻസിലെ 1ാം റാങ്ക്. ആ മാറ്റത്തിലേക്ക് ഒരു സമുദായം കടന്നു വരികയാണ്. അന്ന് നമ്മളെ പേര് ആരാന്റെ വിറക് വെട്ടിയും ആരാന്റെ വെള്ളം കോരിയുന്ന. നിങ്ങൾക്കറിയോ JDT ഇസ്ലാമിക് കോളേജ് എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം യത്തീംഖാന കോഴിക്കോട് വെള്ളിമാട് കുന്നിലുള്ള ആ മുസ്ലിം യത്തീംഖാന തുടങ്ങാനും അവിടെ പഠിക്കുന്ന യത്തീമുകളായ മാപ്പിളമാരുടെ മക്കൾക്ക് ദൈനംദിന ചെലവ് കൊടുക്കാനും ഓരോ ദിവസവും വസ്ത്രം, ഓരോ മാസവും വസ്ത്രം കൊടുക്കാനും അന്നം കൊടുക്കാനും സ്റ്റൈപ്പൻഡ് കൊടുക്കാനും ഇവിടെ ആളില്ലായിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് 2.5 കോടി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഉത്തർപ്രദേശിലെ വമ്പൻ മുതലാളി സ്രാവുമാരായ ഭായിമാര് തീവണ്ടി കയറിയിട്ട് ഇവിടെ കടന്നു വന്നു. കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ വന്നിട്ട് കേരളത്തിലെ 78 ലക്ഷം മാത്രമുള്ള മുസ്ലിങ്ങളെ പോറ്റി പരിപാലിപ്പിച്ചു. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അന്ന് ബായിയുടെ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വസ്ത്രം വാങ്ങിയത്.
അന്ന് 2.5 കോടി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഉത്തർപ്രദേശിലെ മുസ്ലിം ബായിയുടെ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ വിദ്യ അഭ്യസിച്ചത്. ഇന്ന് ആ മക്കൾ വിദ്യാഭ്യാസം വിട്ടില്ല. ഇപ്പൊ എന്തായി? കേരളത്തിൽ ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു. കേരളത്തിൽ ആയിരക്കണക്കിന് മുസ്ലിം എഞ്ചിനീയർമാർ വന്നു. കേരളത്തിൽ ആയിരക്കണക്കിന് മുസ്ലിം ഡോക്ടേഴ്സ് വന്നു. നമ്മളെ തീറ്റിപ്പോറ്റിയ ബായിയോ ആ നിന്ന നിപ്പില. ഇപ്പോ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ വർഷമല്ല, അതിന്റെ മുമ്പത്തെ വർഷം മുസഫർ നഗറിൽ കലാപുണ്ടായിട്ട് ബായിയുടെ പേരമക്കള് വിദ്യ അഭ്യസിക്കാതെ പട്ടിണി പാവങ്ങളായി മാറി. സ്റ്റാറ്റസ് പോയി, ആത്മാഭിമാനം പോയി, ഊരുവിലക്കിന് വിധേയരാക്കപ്പെട്ടിട്ട് വിധവകൾ ചാരിത്രം ധ്വംസിക്കപ്പെട്ടവരായി, മാനഭംഗം ചെയ്യപ്പെട്ടവരായി മാറി. വീട് നഷ്ടപ്പെട്ട ഭവനരഹിതർ 10,000-കണക്കിന് വന്നപ്പോ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ സംഘടിച്ച് ഇവിടുത്തെ പ്രവാസി സുഹൃത്തുക്കൾ നാട്ടിലേക്ക് പണമയച്ച് നമ്മുടെ പ്രതിനിധികൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി കയറി മെഡിക്കൽ കിറ്റുമായി, പുതപ്പുമായി, വസ്ത്രവുമായി, അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഫണ്ടുമായി ഇന്ന് 100 കണക്കിന് വീടുകളാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം മുസഫർ നഗറിൽ പണിതുകൊണ്ടിരിക്കുന്നത്. നേരെ തിരിച്ചു വന്നു. എന്തേ? വിദ്യയായിരുന്നു വിപ്ലവം, വിദ്യാഭ്യാസമായിരുന്നു വിപ്ലവം. നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഈ കുട്ടികൾ ലോകം തിരിയാത്ത മക്കളായി മാറരുത്. അതിനുവേണ്ടി നമ്മുടെ മക്കളെ വേറെ മാനേജ്മെന്റിലുള്ള സ്കൂളുകളിലേക്ക് നമ്മൾ പറഞ്ഞേക്കാൻ ആ മാനേജ്മെന്റുകളെ തെരഞ്ഞെടുത്തതോടുകൂടെ കോഴിക്കോട്ടെ മുസ്ലിമിന് എന്ത് സംഭവിച്ചു? തന്റെ കുട്ടി ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല. ഞങ്ങൾ കുറച്ച് ആളുകൾ പോയിരുന്നു കോഴിക്കോട് സ്കൂളിലേക്ക്. മാനേജർ തുറന്നു പറഞ്ഞു, ഇവിടുത്തെ നിയമം ഇതാണ്, ഇവിടെ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ശിരോവസ്ത്രം ധരിക്കണം, തലയിൽ തട്ടമിടണം, മത്തയിടണം എന്നൊരു നിർബന്ധം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് TC വാങ്ങി പൊയ്ക്കോ, വേറെ മാനേജ്മെന്റ് സ്കൂളിൽ ചേർത്തോ എന്ന് പറയാൻ തൊലിക്കെട്ട് കാട്ടിയ മാനേജറുടെ മുഖത്ത് നോക്കിയിട്ട് അന്തമുള്ള വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കൾ തുറന്നു പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടനയിൽ ഡോക്ടർ അംബേദ്കർ എല്ലാ മതക്കാർക്ക് വേണ്ടിയിട്ടും എഴുതി വെച്ചിട്ടുണ്ട്, ദി റെമഡി അഗൈൻസ്റ്റ് റിലീജിയസ് എക്സ്പ്ലോയിറ്റേഷൻ. ഒരു മതത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രശ്നം ഈ രാജ്യത്ത് സംജാതമായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇവിടെ കോടതിയിൽ പോകാനുള്ള ലിബർട്ടി എല്ലാ മതക്കാർക്കുണ്ട്. ആ ബൈലോ ആണ്ട് വെച്ചു കൊടുത്തു. മാനേജർക്ക് കുട്ടിയെ തട്ടമിട്ട് ക്ലാസ്സിൽ ഇരുത്തേണ്ടി വന്നു. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ അവകാശങ്ങൾ ഇപ്പോഴും ചോദിക്കാൻ ആളില്ല, നമ്മളെ കാര്യങ്ങൾ ഇപ്പോഴും പറയാൻ ആളില്ല. പണ്ട് ചെങ്കിസ് ഖാന്റെ പട്ടാളക്കാർക്ക് ചെങ്കിസ് ഖാൻ കൊടുത്ത നിർദ്ദേശം എന്താ? തുർക്കിയിലൂടെ ഏതെങ്കിലും ഒരു മുസ്ലിം നടന്നു പോകുകയാണെങ്കിൽ പട്ടാളക്കാരന് ചെങ്കിസ് ഖാൻ ഫണ്ടിൽ നിന്ന് ആദ്യം കൊടുത്തത് ഒരു വാള, അവനെ വെട്ടണം. മുസ്ലിമാണെങ്കിൽ ഓടിപ്പോകാൻ പോലും ധൈര്യമില്ലാത്ത ഭീരു എന്ന് പറഞ്ഞാൽ ചെങ്കിസ് ഖാന്റെ ഭരണകാലത്ത് തുർക്കിയിലൂടെ നടന്നു പോകുന്ന ഒരു പട്ടാളക്കാരൻ നിരായുധനായി പോയി, വാളെടുക്കാൻ മറന്നുപോയി. പട്ടാളക്കാരൻ തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, പട്ടാളക്കാരൻ നടന്നു പോകുമ്പോഴാണ് എതിർദിശയിലൂടെ ഒരാൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അയാള് മുസ്ലിമാണോ എന്ന് പട്ടാളക്കാരൻ അറിയൂല. അപ്പൊ ഈ പട്ടാളക്കാരൻ ചോദിക്കാൻ, നിന്റെ പേരെന്താണ്? അയാൾ പറഞ്ഞു, അഹമ്മദ് സലീം, അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു പേര്. ആ, നീ മുസ്ലിം ആണല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ മുസ്ലിമാണ്. നാം അന മുസ്ലിം. അപ്പൊ പട്ടാളക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, സഹോദര ക്ഷമിക്കണം, ഞാൻ വാളെടുക്കാൻ മറന്നുപോയി. രാജാവിന്റെ കൊട്ടാരത്തിലാണ് മറന്നു വെച്ചത് വാള്, അതുകൊണ്ട് ഞാൻ വാളെടുത്ത് വരട്ടെ. പട്ടാളക്കാരൻ വാളെടുത്ത് വരുന്നത് വരെ ആ രാജ്യത്തിലെ ഭീരുവായ മുസ്ലിം അവിടെ കാത്തു നിന്നു എന്ന് ചരിത്രം പറയാ. ഒന്ന് ഓടിപ്പോകാനുള്ള ആത്മധൈര്യം പോലുമില്ലാത്തവനായി അന്നൊരു മുസ്ലിം മാറിയിരുന്നു. എന്തേ? ചോർന്നുപോയി, മനോധൈര്യങ്ങൾ ചോർന്നുപോയി. ഇപ്പൊ സ്പെയിനിന്റെ കഥ എന്താ? സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു ഇസ്ലാമിന്റെ മ്യൂസിയങ്ങള്. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്താ ലോകത്ത് ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള മസ്ജിദുൽ ഖുർത്തുബ, കൊർഡോവ പള്ളി ഉണ്ടായിരുന്നത്. ആ കൊർഡോവ പള്ളിയിൽ കിതാബോധി കൊടുത്ത ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ആസ്ട്രോളജി, അഫ്ലാക്ക് പഠിക്കാൻ യൂറോപ്യനായ ക്രൈസ്തവൻ ചെരുവിൽ വന്നിരുന്നു. ചരിത്രത്തിൽ കാണാം. അറബി തുടങ്ങി വെച്ചതല്ലാത്ത ഒന്നും യൂറോപ്യൻ ഇന്ന് പൂർത്തീകരിച്ചിട്ടില്ല.
അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുന്ന മുസ്ലിം ശാസ്ത്രജ്ഞൻ സ്പെയിനിലെ കുന്നിന്റെ മുകളിൽ കയറി തന്റെ 2 കൈയിന്റെ അറ്റത്തും വലിയ ചിറക് ഘടിപ്പിച്ച് മലമുകളിൽ നിന്ന് പറവയെപ്പോലെ ചിറകടിച്ച് ഉയർന്നു. 2-3 മീറ്റർ അദ്ദേഹം ഒന്ന് ഉയർന്ന് പറന്നതിന്റെ ശേഷം പാറക്കെട്ടിലേക്ക് വീണ് പെടഞ്ഞ് മരിച്ചുപോയ ശാസ്ത്രലോകത്തെ രക്തസാക്ഷിയാണ് അബ്ബാസ് ബിൻ ഫർനാസ്. വിമാനം കണ്ടെത്താനുള്ള ആദ്യ ശ്രമം നടത്തിയത് ഈ മുസ്ലിം ശാസ്ത്രജ്ഞനാ. ഇസ്ലാമിന്റെ കിതാബുകളിൽ കാണാം. നമ്മുടെ കുട്ടികൾ പഠിച്ചതോ റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു. സർ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന്റെ 100 കൊല്ലം മുമ്പ് ഈ സ്പെയിൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തെ കിതാബ് ഓതി കൊടുക്കുന്നത് മതപണ്ഡിതനായ ശാസ്ത്രജ്ഞനാണ് അൽ ഖവാരിസ്മി. ആ അൽ ഖവാരിസ്മി എന്ന് പറയുന്ന മുസ്ലിം ശാസ്ത്രജ്ഞൻ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിരുന്നു ഐസക് ന്യൂട്ടൻ ജനിക്കുന്നതിന്റെ 100 കൊല്ലം മുമ്പ്. എന്നാൽ നമ്മുടെ കുട്ടിക്ക് ചരിത്രത്തിൽ ഐസക് ന്യൂട്ടൻ എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടൂല. അത് വേറെ സത്യം. ചരിത്രങ്ങൾ കുറെ വളച്ചൊടിക്കപ്പെട്ടു പോയി. അതാ പറഞ്ഞത്, അറബി തുടങ്ങി വെച്ചതല്ലാത്ത ഒന്നും യൂറോപ്യന് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല. ലോകത്തെ കണ്ടുപിടുത്തങ്ങളിൽ യൂറോപ്യൻ പുതിയതായൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എന്തേ അറബിക്ക് പിന്മുറക്കാർ ഇല്ലാതെ പോയോ? ഇന്ന് അറബികൾ ഷണ്ഡീകരിക്കപ്പെട്ട കാളക്കുട്ടന്മാരാണ്. ഒരു പുരോഗതി ഇല്ലല്ലോ. ഏറ്റവും വൃത്തികേടുന്ന അറബ് രാഷ്ട്രത്തെ കാണാൻ സാധിക്കുക. നോക്കി, ദുബായ് ഫെസ്റ്റിവലാണ് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട പരിപാടി. വേൾഡ് ഫെസ്റ്റിവലാണ്. അമേരിക്കക്കാരനും അതുപോലെ തന്നെ ന്യൂസിലാൻഡുകാരനും ഓസ്ട്രേലിയക്കാരനും ഒക്കെ സ്വാതന്ത്ര്യമായി വിഹരിക്കാൻ കടന്നു വരുന്നത് ദുബായിലേക്കാണ്. ബഹ്റൈനിന്റെ അവസ്ഥ എന്താ? ലൈസൻസോടുകൂടെ വേശ്യാലയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ തറവാടാണ് ഈ ഭാഗങ്ങളിലേക്ക് അങ്ങനെ തന്റെ ഉക്കാസ് ഊന്നുവടി പിടിച്ച് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ സൽമാനിൽ ഫാരിസി എന്ന് പറയുന്ന സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ സൽമാൻ, ഇതൊക്കെ ഭൂമിയിലെ ഉദ്യാനങ്ങളാകാൻ പോകുന്ന സ്ഥലങ്ങളാണ്. പരിശുദ്ധനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, നബിയെ, പുല്ലുപോലും മുളക്കാത്ത ഈ മരുഭൂമി എങ്ങനെ ഉദ്യാനമാകാനാണ് യാ റസൂലല്ലാഹ്? അതേ സൽമാൻ, ഞാനും നീയും അത് കാണൂല, നമ്മുടെ ഭാവി തലമുറ അത് കാണും. ആ ഏരിയയാണ് ഇപ്പൊ ദുബായും ബഹ്റൈന്, ഖത്തർ, കുവൈത്ത്, ഈ സ്ഥലങ്ങൾ മുഴുവൻ അല്ലേ. വൈലുല്ലിൽ അറബ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വൈലുല്ലിൽ അറബ്, അറബികളെ നിങ്ങൾക്ക് നാശം, മിൻ ശർറിൻ ഖദ് ഇഖ്തറബ്, വരാനിരിക്കുന്ന ഒരു ശർറ് ചിന്തിക്കുമ്പോ നിങ്ങൾക്ക് നാശം. ആ ഹദീസൊക്കെ പഠിച്ചവനെ 2021 വേൾഡ് കപ്പിനെ പറ്റി പറയാണോ എന്ന് പോലും തോന്നിപ്പോവാൻ. ഇപ്പൊ ഖത്തറിൽ വേൾഡ് കപ്പിനുള്ള വേദി ഫിഫ പ്രഖ്യാപിച്ചതോടുകൂടെ ഖത്തറിൽ നിന്ന് ബഹ്റൈനിലേക്ക് പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 രാജ്യങ്ങളെയും യോജിപ്പിക്കണം. ഒരു മലപ്പുറം ജില്ലന്റെ മാത്രം വലിപ്പമുള്ള ഒരു രാജ്യത്ത് എങ്ങനെ ലോകത്തെ ഫിഫ വേൾഡ് കപ്പ് നടത്താൻ? അപ്പൊ ബഹ്റൈൻ ഒരു പാർട്ട്ണർഷിപ്പ് കൊടുക്കണം. അതിഥികൾ വരുന്നതും അതുപോലെ തന്നെ വൻകിട നാടക കലാസംഘങ്ങൾ വരുമ്പോഴും അവർക്ക് റിസപ്ഷൻ കൊടുക്കാനുള്ള 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി സ്വരാജ്യത്ത് അപ്പുറത്ത് അയൽ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ ഫസാദാവാൻ പോവാണെന്നർത്ഥം. ബ്രസീലിൽ വേൾഡ് കപ്പ് ഉണ്ടായതിന്റെ പേരിൽ മാത്രം 25,000 വേശ്യകളെയാണ് ബ്രസീലിലേക്ക് ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് എന്ന് പത്രത്തിൽ വായിക്കാൻ സാധിക്കുകയുണ്ടായി. അപ്പൊ എന്താ, ഒരു ഫുട്ബോൾ മാമാങ്കം നടക്കുമ്പോ ആ മാമാങ്കത്തിലൂടെ കിട്ടുന്നതിന്റെ 100 ഇരട്ടി അതിന്റെ ഇപ്പുറത്ത് പിന്നാമ്പുറത്തുള്ള മാമാങ്കങ്ങളിലൂടെ ഇവർക്ക് ലഭിക്കാനുണ്ട്. ഇപ്പൊ രാഹുൽ പശുപാലനും രശ്മി ആർ നായരും കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ചുംബന സമരം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ചുംബന സമരം കണ്ട് ഹിറ്റായിട്ട് അതിലേക്ക് കുറച്ച് ആളെ കിട്ടുമ്പോ ഇതിന്റെ മറവിൽ നമ്മൾ നടത്തുന്ന ഓൺലൈൻ പെൺവാണിഭം വിജയിക്കണം. എന്നിട്ടോ ബാംഗ്ലൂരിൽ നിന്ന് ആളെ കൊണ്ടുവരിക, പെൺകുട്ടികളെ കൊണ്ടുവരിക, ഫോട്ടോസ് കാണിച്ചു കൊടുക്കുക, സീരിയലിൽ അഭിനയിക്കാനാണെന്ന് പറയാ. അവര് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുക, അവരെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുക, ആ ഡീറ്റെയിൽസ് എടുത്ത പെൺകുട്ടിയെയും പിന്നെ ഡീറ്റെയിൽസ് എടുത്ത പെൺകുട്ടിയെയും കൊണ്ടുപോകുക, അവരെ ഫ്ളാറ്റിൽ അധിവസിപ്പിക്കുക. ഓരോ രാത്രിക്ക് ഓരോ മൂല്യം പറയപ്പെടുക. മനുഷ്യൻ ഒരു വിൽപ്പന ചരക്കായി മാറിക്കൊണ്ടിരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രൈവസി എവിടെയാണ് പ്രൈവസി? അങ്ങാടിയിലേക്ക് ഒരു കുട്ടിയെ വിട്ടാൽ പിഴക്കാനുള്ള സാധ്യത കുറവാ. പക്ഷേ ഈ സ്മാർട്ട് ഫോണിലെ ഓൺലൈൻ കണക്ഷനോടുകൂടെ നമ്മളെ കുഞ്ഞുമോന് പറയാണ്, SSLCക്ക് പഠിക്കുന്ന മോന് പറയാണ്, ഉമ്മ എനിക്ക് ഹോംവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്
നല്ല സ്റ്റാൻഡേർഡ് ഇന്റർനെറ്റ് കണക്ഷനുള്ള മൊബൈലുമായിട്ട് സ്മാർട്ട് ഫോണുമായിട്ട് വീട്ടിന്റെ തട്ടുംപുറത്ത് കയറിയിട്ട് കതകിട്ടടച്ച വാതിലിന്റെ ഇപ്പുറത്ത് നമ്മുടെ കുട്ടി സ്വകാര്യതയിൽ ഇരുന്നു പോയാൽ എന്റെ ഉമ്മ 100 വട്ടം റബ്ബിനെ ചിന്തിച്ച് പേടിക്കണം നിങ്ങളുടെ മകനെ. കാരണം എന്താ? അവന്റെ ഫോണിന്റെ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സൈറ്റുകളിലേക്ക് ഉമ്മയെ കാണാതെ അവന് പോകാം. 10,000-കണക്കിന് ഗേൾ ഫ്രണ്ടുമായിട്ട് അവന് ചാറ്റിംഗ് നടത്താം. ആര് തടസ്സല്ല. എല്ലാം സുതാര്യം, എല്ലാം സുതാര്യം. ആ ലോകത്തിന്റെ മുമ്പിൽ മനുഷ്യൻ മരവിച്ചു പോയിരിക്കാൻ. ഇപ്പൊ ഗർഭിണികൾക്കൊക്കെ ലൈഫ് സ്റ്റൈൽ മാറിയതുകൊണ്ടാണല്ലോ സിസേറിയൻ വരുന്നത്. പണ്ടത്തെ ഉമ്മ 10 പ്രസവിച്ച് ഒരു സിസേറിയനും ഇല്ലായിരുന്നു. 9 മക്കളെയും ഗർഭം ധരിച്ച് പ്രസവിച്ച ഉമ്മ 10ാമത് ഗർഭിണിയായി ഒരലില് ഒലക്കായിട്ട് അവലിങ്ങനെ നെല്ലങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ ഉമ്മ പറഞ്ഞു, മോളെ ഈ ഒലക്കയൊന്ന് പിടിക്ക്, അടിവയറ്റിൽ ഒരു വേദന. ഉമ്മ റൂമിൽ പോയി. പിന്നെ വയറ്റാട്ടി വന്നാണ്ട് പറഞ്ഞെന്താ, തിൽക്ക അശറത്തും കാമില, 10ാമത്തവും പ്രസവിച്ചിട്ടോ. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. നോർമൽ ഡെലിവറി, 10ഉം നോർമൽ ഡെലിവറി. ഇന്നെന്റെ കാഞ്ഞങ്ങാട്ട കുഞ്ഞു പെങ്ങളെ, ഹസ്ബൻഡിന്റെ കൂടെ ജീവിച്ച് ജീവിതം നയിച്ച് അള്ളാഹു ഹലാലായ മാർഗത്തിൽ നിനക്കൊരു ഗർഭം തന്നു കഴിഞ്ഞാൽ 4ാം മാസം നാട് ഫുള്ള് ഫ്ലാഷായി. കാരണം എന്താ? കംപ്ലീറ്റ് റെസ്റ്റാണ് അത്ര. 7ാം മാസം എല്ലാവരും അറിഞ്ഞ് ഇഷ്ടി കെട്ടിട്ട് കട്ടിൽ ചെരിച്ച് വെച്ചിട്ട് റെസ്റ്റ്. ഇങ്ങനെയൊക്കെ റെസ്റ്റ് എടുത്തിട്ട് 9ഉം ചില്ലാനും ആയി കഴിഞ്ഞാൽ സിസേറിയൻ. ഈ സിസേറിയൻ ആക്കിയത് നമ്മളാ. പുതിയ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായി. പണ്ടങ്ങനല്ല. മോട്ടർ ഇട്ടിട്ട് ടാങ്കിലേക്ക് ഒരു ബട്ടൺ, കുടിവെള്ളത്തിന് വേറൊരു ബട്ടൺ. എവിടെയാ തടി ഇളകുന്നത് അല്ലേ? പണ്ടൊക്കെ കുന്നും മലയും താണ്ടി സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി ശരിക്കും മുക്കാണ്. ഈ എക്സസൈസിലൂടെ ശരീരം മൊത്തം ഇളകാണ്. വെള്ളം മുക്കി ഊരക്കെട്ടും അത് പേറി കുടം പേറി കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ച് എല്ലാം അങ്ങനെ വരലിടിക്കാൻ. എല്ലാം വർക്കാണ്. അടിച്ചു വാരലും മന്തിത്തെളിയും എല്ലാം ഈ വർക്കിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോ പ്രശ്നങ്ങളില്ലാതെ നമ്മൾക്ക് നോർമൽ ഡെലിവറിക്കുള്ള ഫെസിലിറ്റി കിട്ടി. ഇന്നങ്ങനല്ല. ഞാൻ ചോദിക്കട്ടെ, കോഴി മുട്ടയിടുന്നത് വയറ് കീറിയിട്ടാ? അല്ല, ഇന്നും. കാരണം കോഴിയുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടില്ല. അതിപ്പോഴും തിന്നുന്ന ഭക്ഷണം അന്ന് തിന്ന ഭക്ഷണം തന്നെ. അതിന്റെ ജീവിത രീതിയും അന്നത്തെ ജീവിത രീതിയാ. മനുഷ്യൻ മാത്രം മാറി. നമ്മളൊക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയനാകേണ്ടതുണ്ട്. അതുപോലെ ഇനി ആണുങ്ങൾക്ക് വരാനുള്ള ഒരു രോഗമാണ് കഴുത്തിന്റെ വേദന. ഇപ്പൊ തന്നെ പല സ്ഥലത്തും വന്നു. സിസേറിയൻ വേണം, സിസേറിയനെ കൊണ്ട് സക്സസ്ഫുൾ ആവൂല. ഈ സ്പൈനൽ കോഡ് മുതൽ കൊണ്ട് തുടങ്ങും. എന്താണ്? നേരം വെളുത്താൽ തുടങ്ങാണ് സ്മാർട്ട് ഫോണായിട്ട് ഇരിക്കാൻ. ഈ ഇരുത്താ ഒന്നും നോക്കാൻ നേരമില്ല. ഈ വേദന ഇപ്പൊ തുടങ്ങി. സ്പൈനൽ കോഡിന്റെ പ്രോബ്ലംസ് പല ഭാഗങ്ങളിലും വന്നു തുടങ്ങി. മനുഷ്യന്റെ ജീവിത ചിട്ട തെറ്റിയതോടുകൂടെ അവന്റെ രോഗത്തിന്റെ കടന്നാക്രമണം കൂടി. വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു വന്നു. അള്ളാഹു നമുക്ക് ത്വാഖത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എനിക്ക് ഒരിക്കലും ഇവിടെ പ്രസംഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു ടോക്ക് എന്ന രീതിയിലാണ് ഇന്നത്തെ തുടക്ക ദിവസത്തെ കൊണ്ടുപോയത്. ഇവിടെ ഒന്ന് മൈക്കിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴേക്കും ഒരു വലിയ ആലോചന വരികയാണ്. നാളേക്ക് നിങ്ങൾ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കണം. എനിക്ക് തോന്നുന്നത് ഈ ബോക്സ് നേരെ മദ്രസയുടെ പിന്നെ ബിൽഡിങ്ങിലേക്ക് ഫേസ് ചെയ്ത് അവിടെ നിന്നിട്ട് ഡിലേ അടിക്കുകയാണോന്ന് അറിയില്ല. ഏതായാലും നാളെ ഇതിന്റെ സൗണ്ട് എഞ്ചിനീയർ വന്നിട്ട് ഇതിന്റെ സൗണ്ട് സിസ്റ്റം ഒന്ന് ചെക്കപ്പ് ചെയ്യണം. സിൻസാറുല്ല ഉദവി അവറുകള് നിങ്ങൾക്കറിയാം, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഓരോ ആഴ്ചയും നമ്മളെ പരിപാടികളിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് അല്ലെ. അദ്ദേഹം ശരിക്കും കാസർഗോഡിനായി മാറിയിരിക്കുക. എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം. അരീക്കോട് മമ്പാട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അടുത്തടുത്താണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, മലപ്പുറത്തെ ആളുകളെക്കാൾ ഉപരി കാസർകോട്ടുകാർ ഇന്ന് സിൻസാറുല്ല ഉദവിയെ ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹു ഇസ്സത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സംസാര ശൈലി, അദ്ദേഹത്തിന്റെ പ്രഭാഷണ വൈഭവം, അദ്ദേഹത്തിന്റെ പാഠവും എല്ലാം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലെ ഓരോ മുത്തുകളാണ്, രത്നങ്ങളാണ്. അതൊക്കെ നമുക്ക് വീണ് കിട്ടിയ സ്വത്തുകളാണ് അല്ലെ. ഓരോ സമയമാകുമ്പോൾ ഈ സമുദായത്തിന് അള്ളാഹു ഓരോരുത്തരെ കൊടുക്കുന്നുണ്ട്. അത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു ഖുസൂസിയത്തായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ടൈമും ഈ ഉമ്മത്ത് തളർന്നിട്ടില്ല. ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാർ, ന്യൂ ജനറേഷനൊക്കെ, ചെറുപ്പക്കാരായ ഒരു വിഭാഗമൊക്കെ ഈ മതമൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് സ്പേസ് കണ്ടെത്താൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ആളുകളെ നമ്മൾ ബൂസ്റ്റ് ചെയ്യണം.
നിങ്ങൾ അതിനുള്ള ശ്രമം നടത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സംഘാടക സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ദിനരാത്രങ്ങളുടെ ഉറക്കൊഴിക്കൽ ഇതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. എനിക്കറിയാം ഈ സംഘാടക സുഹൃത്തുക്കളൊക്കെ പ്രോഗ്രാം സമിതി ചെയർമാനും കൺവീനറും ആയിരിക്കുന്ന ആളുകള്, ഈ മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അടക്കമുള്ള മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ, മെമ്പേഴ്സ്, അതുപോലെ അക്ഷീണ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘാടക സുഹൃത്തുക്കള്, നമ്മുടെ വോളണ്ടിയേഴ്സ്, അവരൊക്കെ ഒരു പ്രതിഫലമില്ലാതെയാണല്ലോ ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. വോളണ്ടിയറി വർക്ക് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ആഗ്രഹിക്കാതെ നടത്തുന്ന സേവനത്തിനാണല്ലോ പറയാ. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, റബീഉൽ അവ്വൽ 12 വരുന്നതിന്റെ മുമ്പ് നമ്മളാൽ കഴിയുന്ന അത്ര സലാത്ത് നമ്മൾ ചൊല്ലി തീർക്കണം. എനിക്ക് നൽകാനുള്ള ഒരു വസിയത്ത് അത് മാത്രമാണ്. റബീഉൽ അവ്വൽ 12 വരുമ്പോ, മുസ്തഫ നബി തങ്ങളുടെ ജന്മദിനം വരുമ്പോ, ഹദിയ്യത്തുൽ ലക യാ റസൂലല്ലാഹ്, പുണ്യ നബിയേ, അങ്ങയുടെ കമിതാവായ എന്റെ അടുക്കൽ നിന്ന് അങ്ങേക്കിതാ ദാനമായി ഞാൻ 33,333 സ്വലാത്ത് എന്ന് പുണ്യ റസൂലിന്റെ ഹദറത്തിലേക്ക് കൊടുക്കണം. ചുരുങ്ങിയത് ഒരു 33,333 സ്വലാത്തെങ്കിലും ചൊല്ലി തീർക്കണം. നിങ്ങളെ നല്ല നിയ്യത്തോടു കൂടെ ചൊല്ലി തീർത്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നെ മാറും. അങ്ങനെ മാറിയ ആളുകളുണ്ട്. വ്യക്തിത്വം മാറി സ്വലാത്തിലൂടെ, ജീവിത ചിട്ട മാറി സ്വലാത്തിലൂടെ, കടം വീടി സ്വലാത്തിലൂടെ, ദുനിയാവിലെ ഐശ്വര്യം കിട്ടി സ്വലാത്തിലൂടെ. ആഖിറത്തിലെ കാര്യം ഏതായാലും പറയേണ്ട, ആഖിറത്തിൽ പഠിച്ചോനെ എന്തായാലും പ്രതിഫലം തരും. അങ്ങനെ ദുനിയവിയായ കാര്യങ്ങൾ തന്നെ സ്വലാത്തിലൂടെ ഒരുപാട് ഹാസിലായ ആളുകളുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് 10 സ്വലാത്ത് ചൊല്ലി എല്ലാവരും ഇരുന്ന് ചെല്ലിയാൽ മതി. സദസ്സ് അലങ്കോലമാവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരുന്ന് ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ മഹല്ല് ജമാഅത്ത് ഏറ്റെടുത്തിരിക്കുന്ന സ്കൂളിന്റെ പുതിയ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി കടന്നു പോകാനിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ, അത് ഒന്നും കൂടി സെറ്റപ്പ് ആകണം. കാലോചിതമായ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ അതിന്റെ അകത്ത് കൊണ്ടുവരണം. അത് അതിന്റെ ഭാരവാഹികളൊക്കെ കൂടിയാലോചന നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി കൂലങ്കഷമായി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ എന്റെ മഹല്ല് നിവാസികളായ എല്ലാവരോടും, പുരുഷന്മാരോടും സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, ഈ സ്കൂളിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് മതചിട്ടയോട് കൂടെ തന്നെയുള്ള എല്ലാ വിദ്യാഭ്യാസവും കിട്ടണം. ഇന്നിപ്പോ ഇംഗ്ലീഷ് പഠിക്കാഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ബാക്കാവും. അത് പഠിക്കണം. നല്ല അറബി പഠിക്കണം. അറബ് ഭാഷ ശരിക്കും പഠിക്കണം. ഉച്ചാരണങ്ങൾ ശരിക്കും പഠിക്കണം. ഗ്രാമർ ശരിക്കും പഠിക്കണം. ഹിസ്റ്ററി പഠിക്കണം. സയൻസ് പഠിക്കണം. വായനയും എഴുത്തും കൃത്യമായി പഠിക്കണം. അപ്പം സ്റ്റാൻഡേർഡുള്ള എഡ്യൂക്കേഷൻ തന്നെ വേണം. ആ എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ല് ജമാഅത്തിലെ എയ്ഡഡ് സ്കൂളിനെ ഈ മഹല്ല് അധികൃതർ കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുന്നു. ഇതിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഇതിന്റെ മുമ്പിൽ മെഗാ ബഡ്ജറ്റാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് കലങ്ങി തെളിഞ്ഞ് ഉഷാറാകും. നല്ല പരിവർത്തനത്തിലേക്ക് ഈ മഹല്ല് ജമാഅത്തിനെ കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ ومولانا محمد. اللهم اغفر لنا ذنوبنا واستر عيوبنا وفرج همومنا واكشف غمومنا وحسن اخلاقنا وأد ديوننا وحقق رجاءنا وبلغ آمالنا يا رب العالمين. അല്ലാഹുവേ, ഈ ഉയർത്തിയ കൈകളെ തട്ടി മാറ്റലിന്റെ തമ്പുരാനെ,
ഈ തുറന്നു വെച്ച ഹൃദയങ്ങളെ തള്ളല്ല റബ്ബേ, ഇതിനെ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരു മഹാനായ വലീഗിന്റെ മസാറിന്റെ സിയാറ കഴിഞ്ഞ് ആ ബഹുമാനപ്പെട്ട വലീഗിന്റെ മസാറിന്റെ ഉറൂസിന്റെ ഭാഗമായി ഞങ്ങൾ ഈ കൂടിയത് ആ മഹാനുഭാവന്റെ പൊരുത്തത്തിലാക്കണേ റബ്ബേ. അവരെ ഫൈള് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അവരുടെ ഹർമത്തോടുകൂടെയുള്ള ജീവിതത്തിന്റെ പരിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ നീ കാണിച്ചു തരണേ തമ്പുരാനെ. പടച്ചോനെ, ആ മഹാനോട് ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ അനിഷ്ടകരമായ സംഭവങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ റബ്ബേ. പടച്ചോനെ, അവരോടൊക്കെ ഒപ്പം ഞങ്ങൾക്ക് സ്വർഗം തരണേ തമ്പുരാനെ. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 1000 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ, അവരുടെ മരിച്ചവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ കരീം മുണ്ണി ഹാജിക്ക് വേണ്ടി ദുആ ചെയ്യാൻ 15000 രൂപ സംഭാവന അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. മരിച്ച ഉമ്മാക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന. അതുപോലെ തന്നെ ഒരു സ്ത്രീ പ്രസവിച്ച് 25 ദിവസമായി, അവർക്ക് ക്യാൻസർ ആയി മംഗലാപുരം ആശുപത്രിയിൽ ആണ്. രോഗശമനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന. അല്ലാഹുവേ, നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെയും അവരുടെയും ഒക്കെ ശരീരത്തിലെ സകലമാന മാരക രോഗങ്ങളുടെയും വൈറസിനെ ഈമാനിന്റെ റേഡിയേഷൻ കൊണ്ട് കരിച്ചു കളയണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഞങ്ങളെ ദില്ലത്തിലാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് നൽകണേ റബ്ബേ. യുസ്ർ നൽകണേ റബ്ബേ. എളുപ്പം നൽകണേ റബ്ബേ. ഈ ശരീരങ്ങൾക്ക് ഇസ്സത്തും ആഫിയത്തും തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഖൈറിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. തിന്മയുടെ മാർഗം ഞങ്ങളുടെ മുമ്പിൽ കൊട്ടിയടക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, തിന്മ കാണുമ്പോ, തിന്മ കേൾക്കുമ്പോ, തിന്മയുടെ അവസരം കിട്ടുമ്പോ അതിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു സന്മനസ് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ രൂപപ്പെടുത്തിയെടുക്കണേ റബ്ബേ. പടച്ചോനെ, പിശാചിന്റെ പാശം പിടിക്കുന്ന ദൗർഭാഗ്യവാന്മാരിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ പെടുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന്, അത്യാഹിതങ്ങളിൽ നിന്ന് ഈ മഹാന്മാരുടെ ഗുരുത്വം കൊണ്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചോനെ, ഞങ്ങൾക്ക് മുമ്പിൽ വിധിക്കപ്പെട്ട എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ പടച്ചോനെ, ഈ ദാനധർമ്മത്തിന്റെ ഹക്ക് കൊണ്ട് ഈ ദുആ അതിനെ റദ്ദ് ചെയ്യണേ റബ്ബേ. അതിനെ റദ്ദ് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ തൊട്ടതിനെ വിട്ട് മാറ്റി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ വിധി അനുകൂലമാവണേ റബ്ബേ. പ്രതികൂലമാവല്ല തമ്പുരാനെ. ഞങ്ങളെ ചെറുപ്പക്കാർക്ക് സന്മനസ്സും ശക്തിയും കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പെണ്ണുങ്ങന്മാരെ നന്നാക്കണേ റബ്ബേ. അവരെ ദീനിന്റെ അഹ്ലുകാരാക്കണേ റബ്ബേ. ഇദാ സലഹത്ത് സലഹൽ ജസദു കുല്ലു എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഹൃദയം, ആ ഹൃദയം മോശമായാൽ ശരീരം തന്നെ മോശമായി. ആ ഹൃദയത്തെ ഞങ്ങൾക്കും അവർക്കും സംശുദ്ധീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളും സാലിഹാത്തുകളുമാക്കണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ മഹല്ല് ജമാഅത്തിന് വേണ്ടി അഹോരാത്ര പരിശ്രമം നടത്തുന്ന ഇതിന്റെ ഭാരവാഹികൾ, ഈ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി അഹോരാത്ര പരിശ്രമം നടത്തുന്ന ഇതിന്റെ നേതാക്കന്മാർ, അല്ലാഹുവേ, ഇതിന്റെ സംഘാടകർ, ഇതിന്റെ വോളണ്ടിയേഴ്സ്, ഇതിന്റെ പ്രവർത്തകർ എല്ലാവർക്കും ഖൈറായ പ്രതിഫലം 2 വീട്ടിലും കാണിച്ചു കൊടുക്കണേ റബ്ബേ. അവർ ചെയ്യുന്ന സേവനങ്ങൾ വെറുതെ ആക്കല്ലേ തമ്പുരാനെ. ഇതിലേക്ക് ഒരുപാട് സംഭാവനകൾ ഒഴുകിയെത്തുന്നുണ്ട്. ആ കരങ്ങൾക്കൊക്കെ ശക്തി കൊടുക്കണേ റബ്ബേ. ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഏർപ്പാടുകളിലും വ്യവഹാരങ്ങളിലും മൈഷത്തിലും നീ ബറക്കത്തിനെയും ലാഭങ്ങളെയും ഏറ്റി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ദില്ലത്തിലാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും വരുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പിലുള്ളത് അപകടങ്ങളാവല്ല റബ്ബേ. സുരക്ഷയാവണേ തമ്പുരാനെ. പടച്ചോനെ, ഖബറെന്ന 6 അടി മണ്ണിൽ ഈ ഒറ്റത്തടികൾ പോയി കിടക്കേണ്ടവരാണ്. ആ ഖബറിൽ പോയി കിടക്കുമ്പോ പടച്ചോനെ, ഖബറിന്റെ ഇരുട്ടിനെ ഇവിടെ ഇരുന്ന പുണ്യം കൊണ്ട് നീ ആട്ടി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, സിറാത്ത് എന്ന പാലം സ്വർഗത്തിലേക്ക് വിട്ടുകിടക്കുന്ന പാലമാവണേ റബ്ബേ. ഈ കാലുകളെ ആ പാലത്തിന്റെ മുകളിൽ പതറുന്ന കാലുകളാക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഈ ശരീരങ്ങൾക്ക് സ്വർഗം വാജിബാക്കി